നല്ല പകൽ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ മോൻസ് പാസ്റ്റർ കുടുംബം, ഈ സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, വിശേഷിച്ച് ഇവിടുത്തെ ഈ വേലയ്ക്ക് വളരെ ചുമല് കൊടുത്ത് വളരെ അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന ഡാളസിലുള്ളതായ ബെന്നിച്ചൻ കുടുംബം, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ പകല് വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാധാരണ അല്പം നേരത്തെയാണ് നിങ്ങളുടെ യോഗം നിർത്തുന്നത് എന്ന് കർത്താവിൻ്റെ ദാസൻ വിളിച്ചറിയിച്ചു. ഒരു 10:45 സമയം തന്ന് 12:30 മെസ്സേജ് നിർത്തും എന്നാണ് നേരത്തെ അറിയിച്ചത്. എന്നാൽ ഇന്ന് അല്പം വൈകിപ്പോയി. എന്നാൽ വൈകിട്ടത്തെ യോഗം ആ കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് നമുക്ക് നിർത്താം. ഇന്ന് ദൈവം അനുവദിച്ചാൽ ഒരല്പസമയം കൂടെ മുൻപോട്ട് പോകും. അത് ഭാരപ്പെടേണ്ട, അതിനുള്ള കാര്യവും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. വലിയ ചൂട് ഒന്നുമില്ലല്ലോ. അപ്പോൾ അല്പസമയങ്ങൾ ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ട് വളരെ പരിചിതമായ തിരുവെഴുത്താണ് ഇവിടെ വായിച്ച് കേട്ടത്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ദൈവത്തിന് മഹത്വം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഒരിക്കൽ കൂടി നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റിയാട്ട് ശക്തിയോട് ദൈവത്തെ സ്തുതിക്കാം. ഈ പകല് ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് തിരുവചനം ഒന്ന് ധ്യാനിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തരായ ദൈവദാസന്മാരുടെ ശുശ്രൂഷ നിങ്ങൾ അനുഭവിച്ച ദൈവമക്കളാണ്. ഈ പകല് ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. അവിടുന്ന് അനുവദിച്ചാൽ വൈകിട്ടും ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ ദൈവം സാവകാശം നൽകട്ടെ. മറ്റ് മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. മോൻസി പാസ്റ്ററുമായുള്ള ആത്മീക ബന്ധം അദ്ദേഹം ചെറുതായിട്ട് സൂചിപ്പിച്ചല്ലോ. എല്ലാറ്റിനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തും. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ പെട്ട ഒരു പുസ്തകമാണ് സംഖ്യാപുസ്തകം. ആദ്യത്തെ 5 പുസ്തകം: ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. 5 പുസ്തകം. അതിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സംഖ്യാപുസ്തകം. പേര് കേൾക്കുമ്പോൾ അറിയാം പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണ്. എന്തുവാ? എന്തേലും വാ തുറന്ന് പറ. കണക്കെടുക്കുന്ന പുസ്തകമാണ് സംഖ്യ. 1-ന്റെ 1-ും 2-ഉം വായിച്ചു. കറണ്ട് പോയോ? രണ്ടാമത്തെ സംവത്സരം 2-ാം മാസം 1-ാം തീയതി. അടുത്തത് അവ കണക്കെടുക്കണം, തുക എടുക്കണം. നിങ്ങൾ ഒത്തിരി ദൂരം ഇരിക്കുന്നു. അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ അങ്ങോട്ട് വരാം. അല്ലെ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരാൻ ഒക്കത്തില്ലല്ലോ. ഇങ്ങോട്ട് ഇരിക്കുന്നത് അതായിരിക്കും നല്ലത്. ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോ മക്കൾ? അപ്പോൾ ഇവരുടെ കണക്കെടുക്കുന്ന പുസ്തകമാണ് സംഖ്യാപുസ്തകം. എണ്ണിത്തിട്ടമെടുക്കണം. ഒരു കാര്യം പറയാം, നമ്മെ എണ്ണിയ ഒരു ദൈവമുണ്ട്. നമ്മെ മറ്റാരും എണ്ണുന്നില്ലെങ്കിലും
നിരാശപ്പെട്ടു പോകരുത്. നമ്മെ എണ്ണുന്ന അറിയുന്നൊരു ദൈവമുണ്ട്. 2 സ്ഥലത്ത് വെച്ചായി ഇവരെ എണ്ണിയത്. വായിച്ചേ 26:63. പെട്ടെന്ന് 26:63. അതെ, മാമ ഒരു കാര്യം ചെയ്യും, മുന്നോട്ട് ഇഞ്ഞു വാ. അവിടെ ഇരുന്ന് നല്ല വായിക്കേണ്ടത്, നല്ല ശബ്ദമുണ്ട്. മുന്നി വാ. ഇങ്ങനെയുള്ളവർ മുന്നിലായിരിക്കേണ്ടത്. ഇനി പോര്. വായിക്കാത്തയും ധ്യാനിക്കാത്തയും വന്ന് മുന്നിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അവിടെ ഇരുന്ന് പണം കണ്ട യോഗത്തിന് വന്ന് വെച്ച് പണങ്ങി പോകണ്ട. മുന്നോട്ട് കണ്ട ആ മുന്നിലത്തെ കസേരയിരിക്കും, താഴെ ഇരിക്കുന്നുള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടാകുകയല്ലോ. വായിച്ചു. ഈ സഭയിലെ മെമ്പർ തന്നെ ആണോ? ഇങ്ങനെയുള്ളത് നല്ലതാ, ഭാഗ്യം വായിക്കുന്നു. നിങ്ങളും അത്ര മോശമല്ല. പണ്ടൊരാൾ പറഞ്ഞ പോലെ എൻ്റെ ഭർത്താവ് മോശമല്ലെന്ന് പറഞ്ഞ പോലെ അത്ര മോശമല്ല. എന്നാലും അമ്മാമ്മ വായിച്ചു. യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലെയാസർ എണ്ണിയവരെ ഇവര് തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് അവരെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തന് ഇവരുടെ കൂട്ടത്തിൽ കണ്ടില്ലെന്ന്. അപ്പോൾ 2 സ്ഥലം ഇപ്പൊ അമ്മാമ്മ എന്തിക്കാ വായിക്കാൻ വിളിപ്പിച്ചു, താൻ തന്നാന്നോ ഇത്? അല്ല, എന്നാലും ചിന്ത വരും. പിന്നെ ഞാന് ദൈവത്തിന്റെ മഹത്വം ഇടയ്ക്കിടയ്ക്ക് വായിച്ചു തരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, 2 സ്ഥലത്ത് വെച്ച് ദൈവം തമ്പുരാൻ ഇവരെ എണ്ണി. ഒന്ന് മോവാബ് സമഭൂമിയിൽ വെച്ച് എണ്ണി, ഒന്ന് സീനായി മരുഭൂമിയിൽ വെച്ച് എണ്ണി. ആദ്യം ഒന്ന് എണ്ണി, ഒടുവിൽ ഒന്നെണ്ണി. 2 സ്ഥലത്ത് വെച്ചു. ആദ്യം എണ്ണിയത് ചെങ്കടൽ കടന്നുടനെ ഒന്ന് എണ്ണി. രണ്ടാമത് എണ്ണിയത് യോർദാൻ കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ എണ്ണി. ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ ചേർന്ന് എണ്ണി. ഒടുവിൽ എണ്ണിയത് മോശയും എലെയാസറും കൂടെ ചേർന്ന് എണ്ണി. ആദ്യം എണ്ണിയത് എന്റെ ഭാഷയാ, സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ ഒന്ന് എണ്ണി. സ്നാനപ്പെട്ടപ്പോ ഒന്ന് എണ്ണി. രണ്ടാമത് എണ്ണിയത് കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ എണ്ണി. ആദ്യം എണ്ണിയപ്പോൾ മോശയും അഹരോനും കൂടെ ചേർന്ന് എണ്ണി. രണ്ടാമത് എണ്ണിയപ്പോൾ അഹരോൻ ഇല്ല. ഇതിനിടയ്ക്ക് അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു, ജനത്തോട് ചേർന്നു. രണ്ടാമത് എണ്ണിയപ്പോൾ മോശയും എലെയാസറും കൂടെ ചേർന്ന് എണ്ണി. ആദ്യം എണ്ണിയപ്പോൾ എണ്ണിയ പലരും രണ്ടാമത് എണ്ണിയപ്പോൾ കണ്ടില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ എണ്ണിയ പുള്ളി ഇല്ലാതായി. നമ്മളെല്ലാവരും എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ അങ്ങ് ചെല്ലണം. പണ്ട് മുണ്ടക്കയത്ത് നിന്ന് 10 പേര് കപ്പല് കാണാൻ കൊച്ചിക്ക് പോയി. 10 പേര് പോയി. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഒരുത്തനില്ല എണ്ണിയപ്പോൾ. അപ്പൊ ചോദിച്ചു, നമ്മൾ 10 പേരാണല്ലോ പോകുന്ന, ഒരുത്തനെ എല്ലാവരും എണ്ണി, ഒരുത്തനെ കാണുന്നില്ല. പറഞ്ഞു 10 പേര് ഹോട്ടലിൽ കയറി കഴിച്ചതിന്റെ ഭക്ഷണവും കൊടുത്ത, ഭക്ഷണത്തിന്റെ കാശും കൊടുത്തതാ ബില്ല്. പക്ഷെ ഒരുത്തനില്ല. ഈ ഒരുത്തൻ ഇവിടെ പോയി. എല്ലാവരും എണ്ണുക, കാണുന്നില്ല. അതിന്റെ കാരണം എണ്ണുന്നവൻ അവനെ എണ്ണുന്നില്ല. എല്ലാവരും എണ്ണുക, പക്ഷെ അവന് എണ്ണേണ്ടത് നമ്മളെല്ലാം അങ്ങനെ 1, 2, 3 എന്നാ എണ്ണുന്നത്. നമ്മളെ ന്യായമായി സാധാരണ എണ്ണും ഞാൻ ആദ്യം എന്നെ എണ്ണണം. 1, 2, 3, 4 അങ്ങനല്ലേ എണ്ണണ്ടേ. ഇത് എണ്ണിയവരാരും അവനവനെ എണ്ണുന്നില്ല. എല്ലാം മറ്റുള്ളവരെ. ഇതല്ലേ ആത്മീക ലോകത്ത്. നമ്മളെ എണ്ണുന്നില്ലല്ലോ. ഉണ്ടോ? മിണ്ടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ. ആരും അവനവനെ എണ്ണുന്നില്ല. നിങ്ങളെ ശ്രദ്ധിച്ച ചില ആൾക്കാരുടെ പ്രകൃതി, അപ്പുറത്തെ വീട്ടിൽ ഒരു സ്പൂണ് താഴെ വീണ ഉടനെ ആൾക്കാരുടെ പ്രകൃതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ?
മാപ്പിളയും മെമ്പളയും സിറ്റ വിട്ടിരിക്കുക. അന്നേരം അപ്പുറത്തെ വീട്ടിൽ ഒരു സ്പൂണ് താഴെ ചില്ലെന്ന് കേട്ടു. ഉടനെ അവരെ എണ്ണാൻ എന്ത് താല്പര്യമാണ്. നമ്മുടെ അടുക്കളയെ കൂടെ അണ്ട ഉരുണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയായി. അണ്ടാവ് കണ്ടിട്ടില്ലേ കൊച്ചമ്മ? സ്പൂണിനാണോ ശബ്ദം കൂടുതൽ, അണ്ടാവ് ഉരുളുന്നതാണോ? അപ്പൊ നമ്മുടെ വീട്ടിൽ അണ്ടാവ് ഉരുളാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയായി. അത് ശ്രദ്ധിക്കുന്നുമില്ല, നോക്കുന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ സ്പൂണ് വീണതാണ് നമ്മുടെ വിഷയം. നമ്മളെല്ലാം അതായി എണ്ണുന്നത്. തെറ്റിദ്ധരിക്കരുത്, പിണങ്ങരുത്. അല്ല, പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. ചില സഹോദരി, എല്ലാവരുടെയും കാര്യമല്ല, ചില സഹോദരിമാര് തമ്മിൽ പറയും, കുഞ്ഞുഞ്ഞമ്മയുടെ മോൻ അന്വേഷിക്കുന്നില്ലെന്നാ തോന്നുന്നു പുള്ളിക്കാരൻ. ഇവിടുത്തെ മോൻ കാല് മടക്കി അടിച്ച് കനാല് കിട്ടേക്കാതല്ലേ. എന്നാലും കുഞ്ഞുഞ്ഞമ്മയുടെ വീട്ടിലെ വിഷയമാ. അങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. പിന്നെ ചിലരുടെ മോന്ത കണ്ടിട്ടുണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. ചില മുഖഭാവം കാണുമ്പോൾ അറിയാം. എല്ലാവരും അല്ലെങ്കിൽ ഏറെക്കുറെ നമ്മളും 10-30 കൊല്ലമായിട്ട് ഈ ശ്വാസം ഇന്ത്യ ശ്വസിക്കുന്നത്. ഈ പിന്നെ പുതിയ ഡോക്ടറെക്കാളും മരുന്ന് തിട്ടം പഴയ രോഗിക്കാം. അതെ, മെഡിക്കൽ കോളേജിലൊക്കെ വർഷങ്ങളായിട്ട് കിടക്കുന്ന അവർക്ക് എല്ലാം ബിൽഡിംഗ് തിട്ടം. പുതിയ ഡോക്ടർ പറയും, ഓർത്തോ എവിടെ അമ്മാമ, ഇതിലെ കൂടെ അങ്ങോട്ട് ഇറങ്ങി ആ അങ്ങോട്ട് കയറി മേളത്ത് തരുമ്പോൾ ഇടത്ത വശത്ത് ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും. പഴയ രോഗിക്ക് നല്ല തിട്ടമാണ് ആട്ടെ. അപ്പൊ ഇതിനകത്ത് കുറെ നാള് ആയി കഴിയുമ്പോൾ കുറെ കാര്യമൊക്കെ തിട്ടമാകും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാം പ്രകൃതി മറ്റുള്ളവന്റെ കാര്യങ്ങൾ എണ്ണാനും അവരുടെ വിഷയങ്ങൾ എണ്ണാനും അതിന്റെ ലിസ്റ്റ് എടുക്കാനും അതെല്ലാം ചർച്ച ചെയ്യാൻ നല്ല ബിരുദ. എന്നാൽ പുസ്തകം പഠിപ്പിക്കുന്നത് ആദ്യം നാം നമ്മെ എണ്ണണം, നമ്മളെ ഒന്നെണ്ണണം. സ്തോത്രം. ഞാൻ എൻ്റെ വിഷയം അതല്ലാത്ത കൊണ്ട് അധികം വിവരിക്കുന്നില്ല. ഒന്നേന്ന് ഞാൻ എന്നെ എണ്ണണം, എന്നെ എണ്ണിയച്ചേ നിങ്ങളെ എണ്ണാവും. സ്തോത്രം. ഈ ശുശ്രൂഷ അതിനൂടെ ഉതകണം. അവരൻ്റെ കാര്യം എണ്ണി തിട്ടമെടുക്കാതെ നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് എണ്ണി. നമ്മൾ തിരുമേശയുടെ സമയത്ത് പറയുന്ന ഒരു പദമുണ്ട്, തന്നെത്താൻ എന്ന് പറഞ്ഞാൽ തന്നെ ശോധന ചെയ്യണം. പാസ്റ്റർ ശോധന ചെയ്യണ്ട, അടുത്തിരിക്കുന്ന അച്ചായനോ അമ്മാമ ചെയ്യണ്ട, താൻ ശോധന ചെയ്താൽ മതി. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളെ, പോരായ്മകളെ, അപാകതകളെ, ക്രമക്കേടുകളെ, വീഴ്ചകൾ നമുക്കറിയാം. അതിനൊരു പ്രവാചകൻ വന്ന് എല്ലാവരുടെയും മധ്യത്തിൽ തലയെ കൈവച്ച് പറഞ്ഞെങ്കിലേ ഞാൻ അംഗീകരിക്കൂ, കരയൂ എന്നൊക്കെ പറഞ്ഞാൽ അത് പിടിവാശിയാണ് ഇല്ലേ? കോഴിക്കോട്ട് എന്നൊരു പ്രവാചകനെ കൊണ്ടുവന്ന് പുള്ളിക്ക് ശാപ്പാടം കൊടുത്ത് സ്വോത്രം കഴിഞ്ഞ് കൊടുത്തു. നല്ല അന്തരീക്ഷം വരുമ്പം പുള്ളി എല്ലാവരും കാണുക എൻ്റെ തലയെ കൈവച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലേ ഞാൻ അംഗീകരിക്കൂ. അന്നേരം ഞാൻ അപ്പാ ഓ അതൊക്കെ പിടിവാശിയാണ്. എന്നെ എല്ലാവരും തണുപ്പുള്ളത് കൊണ്ടാണോ സങ്കടപ്പെട്ടിരിക്കുന്നത്? അതോ നാം നമ്മയൊന്ന് എണ്ണണം. സ്തോത്രം. അതെ. അപ്പൊ ഇവിടെ 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ഇനി മാത്രമല്ല, നമ്മളെ എണ്ണുന്നൊരു ദൈവമുണ്ട്. നമ്മളെ മാത്രമാണോ തലമുടി പോലും എണ്ണി വെച്ചിരിക്കുക. ഇന്നും ഇന്നലെയുമായിട്ട് എത്ര മുടി പൊഴിഞ്ഞു പോയെന്ന് നമുക്ക് തിട്ടമില്ല. പക്ഷെ അത് മുഴുവൻ നമ്മുടെ ദൈവം അറിയുക. എന്തലകിലേ മൂടികളുമെല്ലാം നിർണയമവൾ എണ്ണി അറിയുന്നു. എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമ ഒന്നതു നീൽ തൂ വീണിടണം എങ്കിൽ ഒന്നതു നീൽ ഓ ഉന്നതനറിഞ്ഞ് സാധ്യമായിടൂ. ആമേൻ. ഉന്നതന സാധ്യമായിടൂ. എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നി എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ട എന്നിൽ
നമാക്കണേ എൻ്റെ ഇഷ്ടമൊന്നു എൻ്റെ പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ ആട്ടെ. നിങ്ങൾ പാടിയതിന് വളരെ നന്ദി, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നാലും ആ കയ്യടിയും പാട്ടും ഇത്രയും പോരാ. ഒരു പാട്ടുണ്ട്, പോരാ അങ്ങനല്ല ഞാൻ പറഞ്ഞ്, ഇത് പോരായി അത് പോരായി എന്നൊക്കെ പറഞ്ഞ്, അതല്ല ഞാൻ പറഞ്ഞ്. അതിന് എൻ്റെ അഭിപ്രായമാണ്, ഇഷ്ടമുണ്ട് ചോദിച്ചാൽ മതി. ഈ പട്ടണത്തിൽ ഇത്രയും മനോഹരമായിട്ടൊരാലയം പണിത് ഈ ചൂടിൻ്റെ കാഠിന്യമുള്ള സമയത്ത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത്ര യോഗ്യമായിട്ട് മാന്യമായിട്ട് ദൈവം ചെയ്തു. അതിന് ഡാളസിലെ ബെന്നിച്ചനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ഈ വീടും ഈ സ്ഥലവും ഇതുമെല്ലാം ദൈവസഭയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം കൊടുക്കുകയും ചെലവാക്കുകയും ചെയ്ത്, മാത്രമല്ല ഇവിടെയുള്ള ദൈവമക്കൾക്ക് മറ്റ് ശല്യമൊന്നും കൂടാതെ എന്ത് മാന്യമായിട്ട് മോൻസി പാസ്റ്റർ വളരെ ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇവിടെയുള്ള ദൈവമക്കളും എല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. നിങ്ങളാലാവും വിധം നിങ്ങളും ചെയ്ത് ഈ പട്ടണത്തിൽ ഇത്രയും മാന്യമായിട്ട് വളരെ നന്നായിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് കയറുന്നവർ ഇങ്ങനൊന്നും അല്ല പാടേണ്ടത്. പിന്നെ ഇന്ന് ഇത്രയിൽ ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. ഇത്രയിൽ ഒപ്പിച്ചല്ലോ, വലിയ കാര്യം, വലിയ കാര്യം. ദൈവത്തിന്റെ മകത്വം. എൻ്റെ അഭിപ്രായം പറഞ്ഞ ഒന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന് വെറുതെ എന്തിന് ആലോക്യം ഉണ്ടാക്കുന്നത്. ദൈവത്തിന്റെ മകത്വം വളരെ നന്നായിരിക്കും. ഇതിന്റെ പണിയുടെ സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിപ്പാനിടയാൽ വളരെ നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനേക കുടുംബങ്ങളെ ദൈവം കൊണ്ടുവരട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി മോൻസി പാസ്റ്റർ ഇവിടുന്ന് തുരത്തി ഓടിക്കരുത്. സ്തോത്രം. ഞാൻ കുറെ നാളായി ഇനി ഇവിടെ അല്ല. അങ്ങനെ ഈ കുന്തളപ്പൂഴ് നോളക്കുന്ന ചില വിദ്വാന്മാര് ചിലപ്പോൾ കണ്ടെന്ന് വരാം. നോക്കട്ടെ, ഞാൻ പകലും വൈകിട്ടും എനിക്ക് ചെറുതെ കാണുമ്പോൾ അറിയാം. സ്തോത്രം. സൂക്കേടുള്ളവന്മാരും പിന്നെ ഒത്തിരി ഉണ്ട്. ഇതൊന്നും പുള്ളി എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ആരുടെ ഒന്നും കേൾക്കുന്നതല്ല. എനിക്ക് നടത്തിപ്പനുസരിച്ചുള്ളത് പറയുകയും ചെയ്യും. അതിനാരെ മൂപ്പും ചോദിക്കുകയല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മെ എണ്ണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ തലമുടി പോലും ദൈവം എണ്ണി വെച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ മക്കൾ ഒരു പക്ഷേ നിന്നെ എണ്ണിയെന്ന് വരികയല്ല, മാതാപിതാക്കൾ എണ്ണിയെന്ന് വരികയല്ല. പണ്ടൊക്കെ പിള്ളേർ കൂടുതലുള്ള വീട്ടിൽ ചിലപ്പോൾ എണ്ണം തെറ്റും. വീട്ടുപേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. 16 മക്കളുണ്ടായിരുന്നു ഒരു വീട്ടിൽ. 16. രാവിലെ കഞ്ഞിയും പുഴുക്കും കൊടുക്കുമ്പം തെറ്റും. അതിന് അമ്മ ചോക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്. 2 പാല കഥക, 1 പാല കഥകയിൽ കഴിക്കുന്നവൻ പേരെഴുതി വെച്ച് വെക്കണം. കുഞ്ചറിയ, തോമാച്ചൻ, ചിന്നമ്മ കഞ്ഞി കുടിച്ചേച്ച് ചോക്കെടുത്ത് ഇല്ല തെറ്റുക. പണ്ട് കാലമല്ലേ. അപ്പം ഒരു കാര്യം പറയാം, നമ്മളെ നന്നായിട്ട് എണ്ണുന്നൊരു ദൈവമുണ്ട്. ഇവിടെ ആരും എണ്ണത്തില്ലെങ്കിലും നമ്മളെ അറിയുന്ന എണ്ണുന്നൊരു ദൈവമുണ്ട്. ചില സഭകളിൽ ചെന്നാൽ എല്ലാവരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. ചിലർ ചെന്നാൽ കാശുള്ളവരെ മാത്രമേ, പിന്നെ അവരെ മാത്രം മൈൻഡ് ചെയ്യും. അവരോടൊരു പ്രത്യേക മാമത് ആട്ടെ അച്ഛാ പ്രൈസ് ലോൺ, ആട്ടെ അമ്മ പ്രൈസ് ലോൺ. അതേസമയം ഒരു പാവപ്പെട്ട സഹോദരി വരിക, എന്നാണ്ട് സഹോദരി, അത് ചകോദരി, മറ്റേത് ഇത് കൊച്ചമ്മ, വലിയ വീട്ടിലെ കേളചന്ദ്രയിലെ കൊച്ചമ്മ, മറ്റേതേതാ സഹോദരി എന്നാന്നേലും. അങ്ങനെയൊക്കെ ഉള്ള സൂക്കേടുള്ളവന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ 100 ഒന്നും പറയുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവിടെ ചിലപ്പം ചിലർ വേറുകൃത്യം കാണിക്കും. ഇപ്പൊ ഒരു തള്ള കറുപ്പിന്റെ കാര്യം പറഞ്ഞ അവര് എന്തെല്ലാം പ്രശ്നങ്ങളാ. എൻ്റെ അഭിപ്രായമാകട്ടോ, അവർ ഓപ്പണായിട്ട് പറഞ്ഞു. നമ്മളാരും പറയാതെ മമ്മി ഇതിനകത്ത് ഒരു പ്രയാസം പോലെ ആ തള്ള ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞു. നമ്മൾ പലരും പറയാതെ ഉള്ളിൽ വെച്ച് രാവിലെ എന്നെ മയക്കമുള്ളത് വല്ലതും കഴിച്ചതാണോ,
പണ്ട് ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പം ഉപ്പുമാവും കടലക്കറിയും തരുമ്പോൾ അതിലൊരു സഹോദരൻ പറഞ്ഞു, ആനമയക്ക് കുസ്തിക്കുരുവാണ്. ഉപ്പുമാവിനെ പറ്റി അവൻ്റെ അഭിപ്രായം, ആനമയക്ക് കുസ്തിക്കുരു കടലയ്ക്കാണ്. അത് വല്ലതും കഴിച്ചാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മളെ എണ്ണുന്നൊരു ദൈവമുണ്ട്. ഇവിടെ നിന്നെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും, നിന്നെ ഗൗനിക്കുന്നില്ലെങ്കിലും, നിന്നെ ആദരിക്കുന്നില്ലെങ്കിലും, നിന്നെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും, നിന്നെ അറിയുന്ന ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ചെല്ലുമ്പം കർത്താവ് ചോദിക്കും ഇത് ആരാണെന്ന്. അവരൊക്കെ ചോദിക്കുമെന്നാ പറയുന്നത്. ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തികിരി. അമ്മാമ്മയ്ക്ക് ആ പാട്ടറിയാമോ? എന്നാ മയക്കുന്നതാ, ബാക്കി മയക്കാൻ നേരത്തെ പാസ്റ്റർ ഇങ്ങോട്ട് തരും. അമ്മാമ്മയ്ക്ക് അറിയാറുന്ന അമ്മാമ്മയെ കൊണ്ട് ഞാൻ പാടിപ്പിച്ചു. എന്നാലും 1-2 പാട്ട് പഠിച്ചോണം. അരിവർ അരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. അരിവർ അരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. ഓ പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമ വിശുദ്ധ കൂട്ടരത്രേ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമ വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം. അല്ലെല്ലാം അങ്ങു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം. അല്ലെല്ലാം അങ്ങു തീർന്നു പോകും. ഓ വാനസേനാഗണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. ഞാന് പഴയ പാട്ടുകളൊക്കെ പാടുമ്പം ഷൂപ്പാസ് ഉള്ളത് കൊണ്ടൊരു ആശ്വാസമാണ്. ഈ ഹാർമോണിയം വായിക്കാനും തബലയൊക്കെ വായിക്കുന്ന സഹോദരങ്ങളുണ്ട്, അവർ വൈകിട്ട് വരും. അപ്പം പഴയ പാട്ടുകൾ പാടുമ്പോൾ അതുകൊണ്ടൊരു സന്തോഷമാകട്ടെ. ഞാനവരോട് പറഞ്ഞു, ഇന്നതുപോലെ പകലവരെ ചിത്തരക്ക വൈകിട്ട് വരും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ 2 ശീല് ഈ പുട്ടിന് പീര ഇടുന്നത് പോലെ ഒന്ന് ഇട്ട് പാടിയാൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അത് തന്നെ ആണല്ലോ, പാട്ടും പ്രാർത്ഥനയും എന്നാണല്ലോ പറയുന്നത്. അപ്പം അതില്ല, എന്നാലും അങ്ങനെ പറയുന്നത്. അതിന് എപ്പോഴും പാട്ടും പ്രാർത്ഥനയാണ്. അപ്പം അതാണ് നല്ലത് വൈകിട്ട്. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മളെ അറിയുന്ന എണ്ണുന്ന ഒരു ദൈവമുണ്ട്. 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. അതാണ് സംഖ്യ 26:63 മുതൽ പഠിച്ചത്. ഇവരെ എണ്ണി തിട്ടമെടുക്കുക. അത് എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. അങ്ങനെ എണ്ണമെടുത്ത പുസ്തകമാണ് സംഖ്യാ പുസ്തകം. കർത്താവിന്റെ മഹത്വം, കുടുംബത്തിന്റെ എണ്ണം, വ്യക്തികളുടെ എണ്ണം, ഗോത്രങ്ങളുടെ എണ്ണം, പാളയത്തിന്റെ എണ്ണം, പാർപ്പിടങ്ങളുടെ എണ്ണം, ഇതെല്ലാം പാളയം അടിച്ച സ്ഥലങ്ങളുടെ എണ്ണം, ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന പുസ്തകമാണ് സംഖ്യാ പുസ്തകം. ഈ സംഖ്യാ പുസ്തകത്തിന്റെ 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് നമ്മളിവിടെ പൊതുവിൽ വായിച്ചത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഞാൻ പാടിയപ്പോ അവൻ പാടി, മറ്റവനത് ചോദിക്കുക, അനിയനാണോ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ സംഖ്യാപുസ്തകത്തിൽ 23-ാം അധ്യായം 22, 23, 24 ഈ അധ്യായങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇവരുടെ യാത്രാവേളയിൽ അല്ലെങ്കിൽ കനാനിലേക്കുള്ള പ്രയാണവേളയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഖ്യാപുസ്തകം 22, 23, 24 ഈ അധ്യായങ്ങളിൽ ബിലെയാമിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കളുടെ യാത്രാവേളയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ യാത്ര ചെയ്ത് ഇവര് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചു. പ്രധാനമായിട്ട് 4 പാളയം: രൂബേന്യ പാളയം, യഹൂദ്യ പാളയം, എബ്രഹീമിയ പാളയം, ദാൻ പാളയം. 4 പാളയമാണ്.
ഈ 4 പാളയത്തിൽ ഒരു പാളയത്തിൻ ഗോത്രം വെച്ച് 4 പാളയം 3 12. ഇങ്ങനെ ഇവര് വന്ന് പാളയം അടിച്ച് മോവാബ് സമഭൂമിയിൽ വന്ന് ഇങ്ങനെ പരന്ന് പടർന്ന് കിടക്കുക. അപ്പോൾ ആ നാട്ടിലെ നാട്ടുരാജാവാകുന്ന ബാരാക്ക് ഇവരുടെ പാളയവും രീതി പോക്കും വരവും പാർപ്പിടവും പ്രകൃതിയും കണ്ടവൻ പേടിച്ചു പോയി, ഭയപ്പെട്ടു. അവൻ വളരെ ഭയപ്പെട്ടിട്ട് പറയുന്നൊരു പദമുണ്ട്, കാള വയലിലെ പുല്ല് നക്കിക്കളയും പോലെ ഈ ഞാൻ നമ്മെ നക്കിക്കൊല്ലും. വായിച്ചേ അമ്മാമ്മേ, 22-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിക്കണം. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്തെ യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയം ഇറങ്ങി. ഓടിച്ചു വായിച്ചോ. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെ സിപ്പോരിന്റെ മകനായ ബാരാക്ക് അറിഞ്ഞു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനാകുന്ന ബാരാക്ക് അറിഞ്ഞു. പിന്നെ ജനം വളരെ ആയിരുന്നതുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഭയപ്പെട്ടു. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, അവൻ മറ്റുള്ളവര് ഭയപ്പെടണമെങ്കിൽ നമ്മുടെ ഇടയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പം മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാകും. ഇത് ഞൊണ്ടി വന്നവൻ കിടന്നാതിരിച്ചു പോകുന്നേ, ആർക്ക് ഭയം ഉണ്ടാകാൻ? പനിയായിട്ടാ വന്നേ, ടൈഫോയിഡായിട്ടാ തിരിച്ച്, ആർക്ക് പേടി വരാൻ? സ്തോത്രം. നമ്മുടെ ഇടയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഒരാൾ രോഗിയായിട്ട് ആരാധനാ ഹാളിൽ കയറി ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചു കഴിയുമ്പോൾ അവൻ സൗഖ്യത്തോടെ ഇറങ്ങിപ്പോകണം. സ്തോത്രം. ഭൂതബാധയായിട്ടാ ഒരുത്തം വന്നത്, അല്ലെ ഒരു സ്ത്രീ വന്നത്. ദൈവമക്കൾ ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭൂതം വിട്ടുമാറി ആ വ്യക്തി വിടുതൽ പ്രാപിച്ച് വേണം തിരിച്ചു പോകാൻ. ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഇവര് അമോര്യരോട് ചെയ്തതൊക്കെയും കേട്ടു. പണ്ടൊക്കെ പെന്തിക്കോസുകാരെ ഭയം ഉണ്ടായിരുന്നു, പേടിയാ, വെറുതെ ഒന്നും കയറി കൈവെക്കുകയല്ല. സ്തോത്രം. കല്ലിശ്ശേരി വേല ചെയ്യുന്ന കാലത്ത്, ഭക്തൻകുട്ടിയപ്പച്ചന്റെ കാലത്താ അവര് 3 പേര് രാത്രി നടന്നങ്ങോട്ട് പോവാ. വേലയുടെ ആരംഭമാ. ഭക്തൻകുട്ടിയപ്പച്ചനും അതുപോലെ തന്നെ പത്തിച്ചിറ യോഹന്നാച്ചനും TG ഉമ്മച്ചൻ അവർകൾ 3 പേരോടെ നടന്നു പോവുക. കേട്ടിട്ടുണ്ട്. നടന്നു പോയപ്പോൾ ഒരു ഹൈന്ദവ സ്നേഹിതൻ വന്ന് ഇവരെ അടിച്ചു. അന്നത്തെ കാലമല്ലേ, അയാൾ അവിടുത്തെ റൗഡിയാ. ഓരോ അടി അടിച്ചപ്പം പത്തിച്ചിറ യോഹന്നാച്ചനും ഭക്തൻകുട്ടിയച്ചനും ഓരോ അടിക്ക് താഴെ പോയി. TG ഉമ്മച്ചനെ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളവർക്കറിയാം, നല്ല ആചാര ബാഹുവാ. പുള്ളിയെ തല്ലിയപ്പോ പുള്ളി ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ട് നിന്നു. അയാള് ചൂപ്പാട് വന്ന് പുള്ളി ഇങ്ങനെ നിന്നു, ശ്വാസം പിടിച്ചു. സംഭവിച്ചത് അവസാനം ലാസ്റ്റ് ഇടിച്ചേച്ച് ഈ ഇടിച്ച പുള്ളി കൈ താക്കാൻ മേലാതെ ഇങ്ങനെ പോവുക. അയാളുടെ കൈ ഇങ്ങനെ ആയിപ്പോയി. താക്കാനും മേലെ പൊക്കാനും മേല, ഈ പരുവത്തിന് നിൽക്കുക. ഇവര് പിന്നെ ദൈവദാസന്മാര് ചെട്ടിപ്പറമ്പിലെ ഒരു ഭവനമുണ്ട്, ആ വീട്ടിൽ വന്ന് പാർത്തു. അവിടുത്തെ കൊച്ചമ്മ പിന്നെ ഉപ്പുവെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ വെച്ച് എല്ലാം അവരെ ശുശ്രൂഷിച്ചു. ഇടിച്ച പുള്ളി കൈയുമായിട്ട് വീട്ടിൽ ചെന്നു. അയാളുടെ ഭാര്യ ദൈവഭയമുള്ള സ്ത്രീയാണ്. കാര്യങ്ങൾ ചോദിച്ചു, കൈ താക്കാൻ മേല, പൊക്കാനും മേല, താക്കാനും മേല, ഇങ്ങനെ നിൽക്കുക. എന്നാന്ന് ചോദിച്ചു. പറഞ്ഞു, ഇന്നതാ വിഷയം. നിങ്ങൾ ആ ഉപദേശിമാരെ തെറ്റിയതാ, പോയി ക്ഷമ പറയാൻ പറഞ്ഞില്ലേ, ആയുധം മുഴുവൻ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു. അവരൊരു ഹൈന്ദവ സ്ത്രീയാ, പക്ഷെ ഭക്തിയുള്ള സ്ത്രീയാ, ദൈവഭയമുള്ള സ്ത്രീ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. രാത്രി ആ മനുഷ്യൻ വീണ്ടും ഈ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കതകെ മുട്ടി. ഇന്നത്തെ പോലെ ഫോണോ കോളിംഗ് ബെല്ലോ ഒന്നും ഇല്ലല്ലോ. കതകെ മുട്ടി. കതക് തുറന്നപ്പോ ഇയാൾ നിൽക്കുക. അപ്പൊ പിന്നെ ഇടിക്കാൻ വരുവാണോ എന്ന് അദ്ദേഹം ദൈവദാസന്മാരോട് ക്ഷമ പറഞ്ഞു. ഇടിച്ചതിന് ശേഷം കൈ താക്കാൻ മേല, പൊക്കാനും മേല, താക്കാൻ ഇങ്ങനെ നിൽക്കുക. ക്ഷമിക്കണം, മാപ്പാക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന്മാർ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തെ പറ്റി പറഞ്ഞു. സ്തോത്രം. ആ മനുഷ്യന്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു. കൈ പഴയതുപോലെയായി. അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതാ ദൈവപ്രവൃത്തി. ഇന്നാ ഇങ്ങനൊരു സംഭവം നടക്കുന്നെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ മിക്കവരും ആ രാത്രി തന്നെ നേരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലോട്ട്
എല്ലാവരും അല്ലെങ്കിൽ മിക്കവരും ഇപ്പം കണ്ടിട്ടില്ലയോ സമരം ചെയ്യുന്നതൊക്കെ ഇല്ലേ? കണ്ടിട്ടില്ലേ? ദൈവദാസനെ തൊട്ട് കളിച്ചാൽ ദൈവദാസനെ തൊടുവെന്ന പുസ്തകത്തിൽ വാക്യം അല്ലേ? ഇല്ലേ? അങ്ങനെ വാക്യമില്ലേ? പൗലോസൊന്നും അങ്ങനെ പറഞ്ഞതായിട്ട് ശീലാസിനെ തൊട്ട് കളിച്ചാൽ, അക്കിലാവിനെ തൊട്ട് കളിച്ചാൽ അക്കളി കളി. എനിക്ക് തോന്നുന്നില്ല പൗലോസ് അങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാഴിയാണോ അതോ എന്നെ ആക്കുകയാണോ? പ്രാർത്ഥിക്കാൻ നേരമില്ലല്ലോ. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. അല്ലാതെ സമരം ചെയ്യുകയും ചാടുകയും പിക്കറ്റിങ് നടത്തുകയും റോഡ് ബ്ലോക്ക് ചെയ്യുകയും വരുന്ന വണ്ടിയെല്ലാം തടഞ്ഞ് വണ്ടിയുടെ കാറ്റടിച്ചു വിടുകയും. സ്തോത്രം. ഇത് നമ്മുടെ പ്രമാണമല്ല. അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ടീജുമച്ചൻ ഒറ്റയിടി കൊടുത്താൽ മതി. അവൻ പപ്പടം പോലെ ഇവിടെ 6-6.5 പൊക്കവും നല്ല ആചാനമാകുക. ഒരേത്തക്കൊല ചുമ്മാ തിന്നയാളാ. കഴിഞ്ഞൊരു 5 പടലെങ്കിലും ഇല്ലേ? അത് പൊളിച്ചങ്ങ് തിന്നു. നമ്മൾ ഒരേ ഏത്തക്കാന്ന് വെച്ചാൽ കൊച്ചമ്മ ഒരേത്തക്കോ എൻ്റെ പൊന്നെ എനിക്കൊന്നും വേണ്ട, അവക്ക് കൊടുക്കാൻ പറയും ഇല്ലേ? 3 ഏത്തക്ക തിന്നോ പറ. ഞാൻ കുറ്റമല്ലി പറഞ്ഞത്. അങ്ങനെയുള്ള ആചാരഭാഗികളായ ആൾക്കാരുണ്ടായിരുന്നു. അടിയും തടവും അഭ്യാസവും പഠിച്ചവരുണ്ട്. പക്ഷെ അവരൊക്കെ തല്ല് കൊണ്ടു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒന്നെങ്കിൽ തല്ലിയവൻ കൊണപ്പെട്ടു, അല്ലെങ്കിൽ അവൻ അധിക നാൾ ഇവിടെ നിന്നിട്ടില്ല. കേട്ടിട്ടുണ്ട്, ആശാര്യോപദേശി യോഗം നടത്തിയപ്പോൾ ഒരുത്തൻ സ്വോത്ര കാഴ്ച പാത്രത്തിൽ തവള ഇട്ടെന്ന. തവള പുള്ളിയുടെ ശൈലിയും രീതിയൊക്കെ വേറെ ആണല്ലോ. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്കും അറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം. അദ്ദേഹത്തിനെടുക്ക സ്വോത്രം കാഴ്ച പറഞ്ഞു, അപ്പച്ച ഇതിനകത്തൊരു തവള, തവള ഇഞ്ഞ് തരാൻ പറഞ്ഞു. പുള്ളി തവളെ ഉയർത്തി വെച്ചൊരു പ്രാർത്ഥന. ഇപ്പൊ ഞാൻ ഈ തവളയുടെ വയറിട്ട് ഞെക്കും, ഇതിട്ടവനെ ദൈവം ഞെക്കും. ഒന്നെങ്കിൽ നീ മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ നീ ഏറ്റു പറയണം. പുള്ളി തവളെ പിടിച്ചിട്ട് ഞെക്കാൻ തുടങ്ങി. നടന്ന സംഭവം പറയാം. ഇട്ടവന് വയറ്റുവേദനയുണ്ടായി. ആരാന്നറിയുന്നില്ലല്ലോ. പുള്ളിയുടെ ആ രീതികളതാ. അതുകൊണ്ടുകൊണ്ട് നമ്മൾ തവളയെല്ലാം പിടിച്ച് ഞെക്കിയാലോ? ഞെക്കിക്കൊണ്ടിരിക്കാന്നല്ലാതെ. അതൊക്കെ ദൈവം ഓരോ കാലത്ത് ഓരോരുത്തരും ആ വിധത്തിൽ അഭിഷേകം ചെയ്ത് വിടുന്നതാ. പുള്ളി തവളയെടുത്ത് ഞെക്കിച്ച് പറഞ്ഞു, സ്വോത്ര കാഴ്ച പാത്രത്തിൽ തവള ഇട്ടു. തവള ഇതാണ്. ആരാണ് ഈ തവള ഇട്ടത്? ഇട്ടവൻ മുന്നോട്ട് വന്ന് അനുദപിച്ചാൽ രക്ഷയുണ്ട്. ഇല്ലേ തവളയുടെ വയറെ ഞാൻ ഞെക്കാൻ പോവുക, നിന്റെ വയറും ദൈവം ഞെക്കും. ഇതൊരു അഭിഷേകമാണ്. അപ്പോൾ തവളയുടെ വയറെ പിടിച്ച് ഞെക്കിയപ്പോൾ ഇട്ടവന്റെ വയറ്റുവേദന. അവൻ ഓടി സ്റ്റേജെ വന്ന് മുട്ടുകുത്തി. ഉപദേശം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനാ ചെയ്തത്. പ്രാർത്ഥിച്ചോ, മാനസാന്തരപ്പെട്ടു. ഇതാ ദൈവ പ്രവൃത്തി. അല്ലാതെ തവള ഇട്ടവനെ വട്ടം നിന്നേച്ച് ഗോത്ര കാഴ്ചപാത്രത്തിൽ തവള ഇട്ടവനെ ഞങ്ങൾ ആണ് അതിന്റെ മര്യാദ. വട്ടം ഇതിനല്ല. സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന്, ദൈവപ്രവൃത്തിക്ക് ഇടമൊരുക്കി കൊടുക്കണം. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഞാൻ ഓർമ്മ വന്ന 1-2 കാര്യം നിങ്ങൾക്കും പലത് പറയാനുണ്ട്. അനുഭവ സമ്പത്തുള്ള അനേക ദൈവദാസന്മാരോട് ചോദ്യം. ഇത് തിരിച്ചടിയല്ല നമ്മുടെ മാർഗം, പ്രതിഷേധമല്ല നമ്മുടെ മാർഗം. നമ്മുടെ മാർഗം പ്രാർത്ഥനയാണ്. നീ മുഴങ്കാലുമേലിരിക്കുമ്പോൾ ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. അവൻ നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവം തമ്പുരാൻ തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവപ്രവൃത്തി വെളിപ്പെടണം. അപ്പൊ അമോര്യരോട് ചെയ്തതില്ല ഇവര് കേട്ട് പേടിച്ചു പോയി. അത് പറയാ, കാളമകിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജാതി മുഴുവൻ നമ്മളെ നക്കിക്കളയും, നമ്മളെ കൊല്ലും. അപ്പൊ പറഞ്ഞ എന്നാ പോംവഴി, ഇവരെ തകർക്കാൻ എന്നാ പോംവഴി, ഈ ദൈവമക്കളെ ഇസ്രായേൽ മക്കളെ മുടിച്ചു കളയാൻ എന്നാ പോംവഴി. അപ്പോൾ ബുദ്ധിയുള്ള വിവേകമുള്ള അറിവുള്ളവർ പറഞ്ഞ് അവരെ യുദ്ധം ചെയ്തൊന്നും തോൽപ്പിക്കാൻ ഒക്കത്തില്ല. അതിന് കാരണം അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നെന്നാ കേൾക്കുന്നത്. തന്നെയല്ല, ഇവര് സീഹോനോടും ഓഗിനോടും ചെയ്തതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവന്റെ ഓരോ അറ്റം മുതൽ അരിഞ്ഞാണ് ഇവര് കയറി വന്നത്, അർണോൻ കടവ് മുതൽ. അപ്പോൾ യുദ്ധം ചെയ്താലൊന്നും ജയിക്കത്തില്ല.
എതിർത്താലും ഒക്കത്തില്ല, ഒരു പോംവഴി നടക്കുകയില്ല. അപ്പൊ ചോദിച്ചു പിന്നെ എന്നാ പോംവഴി? അപ്പോൾ ഈ മിദ്യാന്യ മൂപ്പന്മാര് കമ്മിറ്റി കൂടി വെച്ച് പറഞ്ഞു ഒറ്റ പോംവഴിയേ ഉള്ളൂ. എങ്ങനെ? ഇവിടെ ഒരു പ്രവാചകനുണ്ട്, അടുത്തൊരു പ്രവാചകൻ, ബിലയാം എന്നാ പേര്. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. ബിലയാം എന്നാ പേര്. നമുക്ക് പുള്ളിയെ വിളിച്ചു കൊണ്ടുവന്നൊരു ശുശ്രൂഷയ്ക്ക് പുള്ളിയെ കൊണ്ടുവരണം. പുള്ളി ശുശ്രൂഷയ്ക്ക് വന്ന ആ പുള്ളിയുടെ ശുശ്രൂഷ എല്ലാവരുടെയും ശുശ്രൂഷ പോലല്ല. അയാൾ പ്രാഗിക്കൊല്ലും. മറ്റവരൊക്കെ അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ ദൂതാ പറയുന്നത്. ഇന്ന് രാത്രി ഒരു വിടുതൽ, നാളെ പകലൊരു വിടുതൽ, 8-ാം മാസം ഒരു വിടുതൽ, 4-ാം മാസത്തിന്റെ പകുതിക്കൊരു വിടുതൽ, ഇങ്ങനെയൊക്കെ എല്ലാവരും ദൂത് പറയുന്നത്. പക്ഷെ ഇങ്ങനെ അങ്ങനല്ല. ഇയാള് നിറം പറ്റുന്ന പ്രാഗ്. അപ്പൊ ചോദിച്ചു പ്രാഗിയല്ലോ? ഇയാള് പ്രാഗിയ കല്ലേ വരച്ചതുപോലെ ആൾ അതോടെ തീരുക, പ്രാഗി കൊല്ലും, ശപിച്ചു കൊല്ലും. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ബിലയാമിനെ കൊണ്ടുവരാം. അങ്ങനെ നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ ബിലയാമിന്റെ അടുക്കൽ ആളിനെ വിട്ടു. ഒരു ജാതി വന്ന് പരന്ന് പടർന്ന് ഇങ്ങനെ കിടക്കുന്നു, നീ വന്നവരെ പ്രാഗി കൊല്ലണം, ശപിച്ചു കൊല്ലണം. ബിലയാമിന്റെ അടുക്കൽ ആള് ചെന്നപ്പം ബിലയാം പറഞ്ഞു, ഡേറ്റ് കിട്ടിയ ഉടനെ ഞാൻ വരത്തില്ല, പ്രാർത്ഥിച്ചു നോക്കിയേച്ചേ വരുമോ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. പ്രാർത്ഥിച്ച് നോക്കുന്ന ആൾക്കാരുണ്ട്, നോക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ചില കാശും പുത്തനും ഉള്ള ആളാ പ്രാർത്ഥിച്ച് വിളിക്കുമെങ്കിൽ പ്രാർത്ഥിച്ച് നോക്കിയാൽ പറയും നടത്തിപ്പുണ്ടെന്ന് പറയും. അതേസമയം ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ആളും പരുവക്കാട്ടാ, ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ 10 രൂപ അങ്ങോട്ടാ കൊടുക്കുന്നെങ്കിൽ പലർക്കും നടത്തിപ്പ്. നിങ്ങൾ എന്തെങ്കിലും മാ തുറന്ന് പറ, നടത്തിപ്പ് അങ്ങനെ വലുതായിട്ട് നടത്തിപ്പ്. പിന്നെ ചെറുതായിട്ടൊരു പ്രകാശം പോലെ കണ്ടു, മറ്റേത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഏതാ? പിന്നെ അത് നന്നായിട്ട് കണ്ടല്ലേ ഒക്കുള്ളൂ. അപ്പോൾ ഇതേക്കെ പ്രാർത്ഥിച്ച് പറഞ്ഞു നടത്തിപ്പില്ലെന്ന് പറഞ്ഞു. കാരണം ചെന്ന കക്ഷികൾ അങ്ങനെ, നടത്തിപ്പ് വരാത്ത ആൾക്കാരാ ചെന്നത്. അപ്പോൾ ഇവർ തിരിച്ചു വന്ന് പറഞ്ഞു രാജാവിനോട് പുള്ളിക്ക് നടത്തിപ്പില്ല. രാജാവിന് മനസ്സിലായി. രാജാവ് ഇവരിൽ മാന്യന്മാരെ 2 പേരെ സമ്മാനമായിട്ട് പറഞ്ഞു വിട്ടു. സമ്മാനം കണ്ണുകുരുടാക്കുമല്ലോ, സമ്മാനമായിട്ട്. അപ്പോൾ ബിലയാം ഇങ്ങനെ ഇരുന്നപ്പോൾ കഴുതയ്ക്ക് കോപ്പിട്ട് കഴുതപ്പുറത്ത് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ചില പ്രിയപ്പെട്ടവർ വരുന്നു. അപ്പം ബിലയാമിന് മനസ്സിലായി ഇച്ചിരി കനമുള്ളവരാന്നാ. പിന്നെ അങ്ങനെ ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി പറയുന്നത് അല്ല, നിങ്ങളെ മാത്രമല്ല ഒരു സമൂഹത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ പൗലോസ് പറഞ്ഞ ആ പാപികളിൽ ഒന്നാമൻ ഞാനെന്ന് പറഞ്ഞ പോലെ 1-ാം പ്രതി ഞാനായിട്ടാ. അങ്ങനെ തന്നെ ഞാൻ പറയാൻ. ഇപ്പൊ ഉദാഹരണത്തിന് BMW കാറയില്, ഓഡി കാറയിൽ നമ്മുടെ ഒരു യോഗത്തിന് ഒരാൾ വന്നാൽ നമ്മൾ ഏറ്റവും ഫ്രണ്ട് ഇരുത്തുകയും ചെയ്യും. പുള്ളിയോട് കൂടെ ചോദിക്കും, ചായ വേണോ, ജ്യൂസ് വേണോ, അതോ ഷെയ്ക്ക്? കുറ്റമല്ലി പറയുന്നത്. അവരോട് നമുക്ക് ഒത്തിരി ദൂതും പറയാൻ ഇഷ്ടംപോലുണ്ട്, നിർത്തുകയല്ല ദൂത്. അതേസമയം പാരകന്റെ ചെരുപ്പ് വിട്ട് അത് തേഞ്ഞു, ഒരു കീറസഞ്ചിയായിട്ട് ഒരു മുണ്ടും ഒരു ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഒരാൾ വന്ന് പുറകിയിരിക്കുക. പുള്ളിയോട് നമുക്ക് അങ്ങനെ വലിയ ദൂതുമില്ല. കൂടെ കൂടെ ചെന്ന് കുടിക്കാൻ എന്നാ വേണമെന്ന് വല്ല ജാതി വല പോയാൽ മതി എന്നാണ് നമ്മുടെ ഉള്ളിൽ. ഇവനൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നത് എന്തിനാന്നുള്ളതായിരിക്കും. എല്ലാവരുടെയും കാര്യമല്ല. മിക്കവാറും നിങ്ങൾ വൈകിട്ട് യോഗത്തിന് വരാൻ സാധ്യത കുറവാന്ന നോട്ടോ ഇരിപ്പം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. മനുഷ്യന്റെ പ്രകൃതി ഇതാ. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ലേ പറയുന്നത്, പൊതുവിലെ ഞാൻ മനുഷ്യ പ്രകൃതി അങ്ങനെ. സ്തോത്രം. പക്ഷെ ദൈവം അങ്ങനല്ല. ആർക്കും വേണ്ടാത്തവരെ ദൈവത്തിന് വേണം. എല്ലാവരും തള്ളിക്കളയുന്നവരെ ദൈവത്തിന് ആവശ്യമാണ്. ആരും ഗവനിക്കാത്തവരെ ദൈവം ഗവനിക്കും. അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഒരു കണ്ണിന് പോലും നമ്മളോട് ദയ തോന്നിയില്ലല്ലോ. ഈ ചിങ്ങവനത്ത് എത്രയോ ഉന്നതന്മാര് കിടക്കുന്നു. കേളചന്ദ്രൻ മുതല് എത്രയോ ഉന്നതന്മാര്, മിടുക്കന്മാർ, പ്രഗത്ഭന്മാർ. പക്ഷേ അവർക്ക് പലർക്കും ലഭിക്കാത്ത പദവിയും ഭാഗ്യവും ദൈവം നമുക്ക് തന്നത്. ഇല്ലേ? കേളചന്ദ്രയിലെ കൊച്ചമ്മയ്ക്ക് ലഭിക്കാത്ത പദവി ആ കൊച്ചമ്മയ്ക്ക് ബന്ധമുണ്ടോ? ഇരിപ്പ് കണ്ടിട്ട് അവിടുത്തെ കൊച്ചമ്മയ്ക്ക് ലഭിക്കാത്ത പദവിയാന്ന് കൊച്ചമ്മയ്ക്ക് ദൈവം തന്നെ അല്ലേ? അതാ ദൈവ സ്നേഹം. സ്തോത്രം. അവര് മോശക്കാരാന്നല്ലീ പറഞ്ഞു വെച്ചത്. അവരൊക്കെ ലോകപരമായിട്ട് ഉന്നതന്മാരാ, ശ്രേഷ്ഠന്മാരാ.
അവൻ എല്ലാ നിലയിലും മിടുക്കരാ. പക്ഷേ അവർക്ക് പലർക്കും ലഭിക്കാത്ത പദവിയാ ദൈവം നിനക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാന് പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, എൻ്റെ വീട് കാവാലത്താ. നിങ്ങൾക്ക് ചിലർക്ക് അറിയാം, എത്രയോ ഉന്നതന്മാരാ അവിടെ കാവാലത്ത്. പണ്ടൊരു തള്ള പറഞ്ഞു, എവിടെയാ വീട്? ഞാൻ പറഞ്ഞ കാവാലത്ത്. വെള്ളക്കുഴിയല്ലേ അത്? ഞാൻ പറഞ്ഞ തള്ള, ഞങ്ങൾ നോക്കി കണ്ട് വർത്താനം പറയണം. വെള്ളക്കുഴിയല്ലേ അത്? ഞാൻ അവരോട് പറഞ്ഞു, കാവാലം വെള്ളക്കുഴി, നിങ്ങളുടെ ഭാഷ അങ്ങനെ ഇരിക്കട്ടെ. എത്ര ഉന്നതന്മാരുണ്ടെന്നറിയാം. കായൽ രാജാവ് മുരിക്കൻ, 3 കായൽ മുഴുവൻ പുള്ളിയുടെ സ്വന്തമാണ്. ചിത്തിര മാർത്താണ്ഡ റാണി. നിങ്ങളുടെ ഇരിപ്പ് കണ്ട റാണിയാന്നും പറഞ്ഞായിരിക്കുന്നത്. അതൊന്നും അല്ല റാണി, ഞാനാ. 3 കായൽ, കൃഷി ചെയ്യുന്ന കായൽ സ്വന്തം. ഞാൻ ഓർത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കുമെന്ന്. നമുക്ക് ഒരു പറ കണ്ടമുണ്ടോ? എന്നാൽ ഇരിപ്പ് കണ്ടാൽ സ്തോത്രം, അത്രയ്ക്ക് ഉന്നതന്മാരാ. 3 കായൽ സ്വന്തം. പക്ഷേ അവർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം എനിക്ക് തന്നത്. അവര് കൊള്ളുകേലാത്ത ആൾക്കാരെ നല്ലി പറഞ്ഞത്. ദേശത്തെ പ്രമുഖരാ, കുലീനന്മാരാ, സമ്പത്തിൽ ഏറ്റവും ഉന്നതന്മാരാ. പക്ഷേ അവർക്ക് ലഭിക്കാത്ത പദവിയാ ഒരു പറ കണ്ടം പോലും ഇല്ലാത്ത എനിക്ക് ദൈവം തന്നത്. യേശു നമ്മുടെ സ്വന്തമായി. അതുപോലെ തന്നെ അവിടുത്തെ ഒരു വലിയ നായർ തറവാട്, ആ ചാലയിൽ തറവാട്. അവിടുത്തെ പ്രധാന ആളാണ് സർദാർ KM പണിക്കര്. നെഹ്റു മന്ത്രിസഭയിൽ അംബാസിഡർ ആയിട്ടൊക്കെ ഇരുന്നതാണ്. മൈസൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഒക്കെ ആയിരുന്നു. അവരുടെ ബന്ധത്തിൽപ്പെട്ടത് ട്രാവൻകൂർ സിസ്റ്റേഴ്സ്, ലളിത പത്മിനി രാഗിണി, വലിയ ബന്ധുക്കാരാ. അദ്ദേഹത്തിന്റെ അനന്തരവന കാവാലം നാരായണ പണിക്കര്, അദ്ദേഹത്തിന്റെ മകന കാവാലം ശ്രീകുമാരൻ, അവരുടെ കസിന ഡോക്ടർ അയ്യപ്പ പണിക്കര്. എല്ലാം ഉന്നതന്മാരാ. പക്ഷേ അവർക്കാർക്കും ലഭിക്കാത്ത പദവിയാ ഈ പൊട്ടനായ പോഷനായ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ യാതൊരു ഗതിയും പരഗതി ഇല്ലാതെ കിടന്ന എനിക്ക് ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എത്രയോ പ്രഗത്ഭന്മാര് കുട്ടനാട്ടില്. പുടുങ്ങുന്നതിൽ ഒരു പ്രഗത്ഭനായ മനുഷ്യനുണ്ടായിരുന്നു, മരിച്ചുപോയി. പഴയ ആൾക്കാർക്ക് IC ചാക്കോ എന്ന് പറയും. IC ചാക്കോ. ആ ബസ് സ്റ്റോപ്പിനും IC മുക്കെന്നായിട്ടേക്കുന്നത്. IC ചാക്കോ. അദ്ദേഹത്തിന് ഡിഗ്രി എഴുതണമെങ്കിൽ 2 പേപ്പർ വേണം. – 1840-കളിൽ ലണ്ടനിൽ പോയി പഠിച്ച ആളാ. നമ്മൾ ലണ്ടന്റെ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുക. 1800-കളിൽ ലണ്ടനിൽ പോയി പഠിച്ചു. പഠിച്ച വിഷയം എന്നാ? ഭൂഗർഭശാസ്ത്രത്തെ പറ്റി. ജോഗ്രഫി, ഭൂഗർഭശാസ്ത്രത്തെ പറ്റി നന്നായിട്ട് പഠിച്ചു. പഠിച്ചിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം അന്ന് 60 കൊല്ലം മുമ്പ് പുള്ളി പറഞ്ഞു, കുട്ടനാട്ടിൽ കുടിവെള്ളത്തിന് ക്ഷാമം വരുമെന്ന്. അന്നേരം ആൾക്കാർ പറഞ്ഞു അയാൾക്ക് ലണ്ടനിൽ പോയതിന്റെ വട്ടാന്ന്. 60 കൊല്ലം മുമ്പ് പുള്ളി പറഞ്ഞു കുട്ടനാട്ടിൽ കുടിവെള്ളത്തിന്, ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചയാളാ, ബുദ്ധി രാക്ഷസനായിരുന്നു. അന്നേരം ചുമ്മാ ഇരുന്നവനെല്ലാം പറഞ്ഞ ആള് ലണ്ടനിൽ പോയതിന്റെ ഇപ്പൊ താണ്ട കുടിവെള്ളത്തിന് ക്ഷാമം. കുടിവെള്ളത്തിന് വെള്ളം വേണേ ചിങ്ങവനത്ത് വന്ന് 2 കുടം വെള്ളം തരാമോ മാമയെന്ന്. കന്നാസ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ കിണറ്റില്. ഞാൻ തമാശ പറഞ്ഞതല്ല. അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ ബന്ധുക്കാരുടെ വീട്ടിൽ വരുമ്പോഴേ കാറിന്റെ പുറകെ 2 കന്നാസും. എൻ്റെ അമ്മാമയെ നല്ല വെള്ളം കുടിച്ചിട്ട് എത്രയോ. ഇത് പുള്ളി അന്ന് പറഞ്ഞതാ. അത്രയ്ക്ക് മിടുക്കന്മാരാ. ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നല്ലോ അടുത്ത കാലത്ത് മൺമറഞ്ഞ MS സ്വാമിനാഥൻ. മങ്കമ്പുകാരനാ. പുളുക്കുന്നതിനപ്പുറം മങ്കമ്പ്. ഇവിടെ പത്രമൊന്നും വരുന്നില്ലേ? അത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അല്ല, അങ്ങനെ ചില അസൂയുള്ളവരുണ്ട് കേട്ടോ. ഉണ്ട്. മോന്ത കാണുമ്പോൾ അറിയാം അസൂയാണ്. നല്ല കാര്യങ്ങൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ സന്തോഷിക്കല്ലേ ഇരിക്കണ്ടേ? സ്തോത്രം. MS സ്വാമിനാഥൻ.
അദ്ദേഹത്തിന്റെ മങ്കമ്പി പട്ടരും ഒക്കെ ഇഷ്ടം പോലെ ഭൂസ്വത്തുക്കളാണ്. കേട്ടിട്ടുണ്ട്, എവിടെയൊക്കെയാ വസ്തു കിടക്കുന്നതെന്ന് അറിയാമല്ല, ചാർട്ടുമായിട്ടാ വരുന്നത് ഉന്നതന്മാർ. അല്ല, ഇപ്പൊ ചിങ്ങവനം ആയതുകൊണ്ട് പറയാം, കനാനായി സമുദായത്തിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണല്ലോ താമരപ്പള്ളി. ഇപ്പൊ സന്തോഷമായി അത് പറഞ്ഞപ്പോ. താമരപ്പള്ളി മുതലാളി എന്തും വേണ്ട, ആനയുണ്ടായിരുന്നു, കൂപ്പ്. പക്ഷേ അവർക്ക് പലർക്കും ലഭിക്കാത്ത പദവിയാ ദൈവം നമുക്ക് തന്നേക്കും. സ്തോത്രം. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, കൊരവൈരിയൻ ബലമവൻ തകർത്തൽ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. ആമേൻ. കൃപ കൃപയോ ഹല്ലേലൂയ. കൃപ കൃപയോ ആനന്ദ. ആമേ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അത് ഉലുവ വെള്ളമാണ്. എന്തായാലും നന്നായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക. നല്ല സ്വോത്രമൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. അനേക ഉന്നതന്മാർക്കും മിടുക്കന്മാർക്കും സേട്ടന്മാർക്കും ലഭിക്കാത്ത പദവിയാ എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഉന്നതന്മാർ കാണും, മിടുക്കന്മാർ കാണും, സേട്ടന്മാർ കാണും, ഡോക്ടേഴ്സ് കാണും, എഞ്ചിനീയേഴ്സ് കാണും, പ്രൊഫസേഴ്സ് കാണും, വലിയ വലിയ ബിസിനസ്സുകാർ കാണും. അവർക്ക് പലർക്കും ലഭിക്കാത്ത പദവിയും ഭാഗ്യവും അവസരവും ആ ദൈവം നിനക്ക് തന്നത്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. അതെ, മുമ്പോട്ട് പോകാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ബിലിയാമിനെ ഈ ശമിക്കാൻ വിളിച്ചു. അപ്പൊ രണ്ടാം ഘട്ടം ആൾക്കാർ കണ്ടപ്പോ കുറച്ചുകൂടെ മാന്യന്മാരാ, സമ്മാനമൊക്കെ ഉണ്ട്. പുള്ളിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ചില പിടിപ്പുള്ളവരാ വന്നേക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഒന്ന് വന്ന് ശപിക്കണം. പുള്ളി പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ഏതാ? ഒരു പ്രവാചകനോ പ്രവാചകയോ ആത്മാവിൽ ദൂത് പറഞ്ഞു ഇത് ദൈവഹിതമല്ല, അല്ലെ ദൈവഹിതമാണ്. പക്ഷെ നമുക്ക് അതിനോട് യോജിപ്പില്ലെങ്കിൽ നമ്മൾ പറയും നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. വേറൊരാളെയും കൂടെ വിളിച്ച് അവസാനം അത് കുഴി എത്ര എണ്ണം കുഴഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്ന് ദൂത് പറഞ്ഞു, ചുമ്മാ പറഞ്ഞതാ, മഞ്ഞ് വീഴുന്ന രാജ്യത്തിൽ നിന്നാ കല്യാണം, മഞ്ഞ് വീഴുന്ന രാജ്യത്തിൽ നിന്ന് ഞാൻ കേട്ടപ്പം പറഞ്ഞു മഞ്ഞ് വീഴുന്ന രാജ്യത്ത് അന്ന് കാശ്മീരിൽ നിന്നും വരാൻ സാധ്യത ഇല്ലേ? അവിടെ മഞ്ഞ് വീഴുന്നില്ല. അതുകൊണ്ട് തന്നെ ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്, ആരും തകർന്നു പോകരുത്. സ്തോത്രം. ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ഞാൻ ആലോചനയ്ക്കെതിര് പറഞ്ഞതല്ല, അരുളപ്പാടിന് എതിര് പറഞ്ഞതല്ല. ദൈവത്തിന് മഹത്വം. ഇദ്ദേഹം ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇനി ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. അങ്ങനെ ബിലയാം യാത്ര ചെയ്ത് രാജാവിൻ്റെ അടുക്ക വന്നപ്പോ രാജാവ്, നമ്മൾ ആ ഇടയ്ക്കത്തെ ഭാഗം ഒന്ന് വിടുക. രാജാവ് പറഞ്ഞു, ദേ പിന്നെ
ഒരു ജാതി മുഴുവൻ വന്ന് പരന്ന് കിടക്കുക, നീ ഇവരെ പിരാഗി കൊല്ലണം, ശപിക്കണം. അങ്ങനെ ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ, ഇവരെ പിരാഗി കൊല്ലുവാൻ, അങ്ങനെ അങ്ങ് ചിന്തിക്കാം. ബിലിയാം മോവാബ് സമഭൂ ആ പർവ്വതത്തിന്റെ 3 സ്ഥലത്ത് കയറി. ബാമോത്ത് ബാലിൽ ഒന്ന് കയറി, സോബി മലയുടെ മുകളിൽ കയറി, അതുപോലെ തന്നെ പയോർ മലയിൽ കയറി. ഇതെല്ലാം മോവാബ് മലനിരകളാണ്. 3 പോയിന്റിൽ കയറി ഇസ്രായേൽ മക്കളെ ഇവരുടെ പാളയം ഇങ്ങനെ വീക്ഷിച്ചിട്ട് ശപിക്കാനാ ഒരുങ്ങിയെങ്കിലും, പ്രാകാനാ ഒരുങ്ങിയെങ്കിലും ബിലിയാമിന്റെ വായിൽ ദൈവം അനുഗ്രഹത്തിന്റെ വചസ് കൊടുത്തു. ഒരു കാര്യം ദൈവമക്കളോട് ഇന്ന് പകൽ പറയാ, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പ്രമാണത്തോടെ, പ്രാർത്ഥനയോടെ വേർപാട് പാലിച്ചു നിന്നാൽ നിന്നെ പ്രാകുവാനും നശിപ്പിക്കുവാനും തകർക്കുവാനും വരുന്നവനെ ദൈവം റൂട്ട് മാറ്റി പിടിക്കും. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധം ഫലിക്കത്തില്ല. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവസന്നിധിയിൽ വേർപാട് പാലിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ശപിക്കാനാ വന്നത്. പക്ഷെ വാ തുറന്നപ്പം അനുഗ്രഹവചസാവായി കൂടെ വരുന്നത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ വന്ന അനുഗ്രഹവചസിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇസ്രായേൽ മക്കളെ നോക്കി വെച്ച് ബിലിയാം പറയുകയാ, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഇന്ന് പകല് നമ്മൾ തുടർന്നുള്ള അല്പസമയങ്ങള് ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതിന് കാരണങ്ങൾ എന്താണ്? ഇന്ന് നമ്മുടെ ഇടയിൽ എല്ലാവരും ആഭിചാരം പറ്റിയെന്നും പറഞ്ഞായിരിക്കുന്നേ. അതെ, പക്ഷേ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കെതിരെ ചില വ്യക്തികൾ ചെയ്തിട്ടുണ്ട്. എന്നാണ് ഒരാൾ പ്രാർത്ഥിച്ച് പറഞ്ഞു, ചില വിഷയങ്ങൾ ഉണ്ട്. എനിക്കും പ്രാർത്ഥിച്ചപ്പോൾ തോന്നാറുണ്ട് ചില വിഷയങ്ങൾ. എന്തുവാ മാമേ അവര് ചെയ്തത്? അവരീയിടെ അവര് കരിമ്പില്ലെങ്കിലും പോട്ടെ, നമുക്ക് മാത്രമേ പോകാവുള്ളൂ. അവര് ഞങ്ങൾക്കെതിരെ അച്ഛൻ എപ്പോഴും എന്നോട് എതിരാ. അത് അവര് ചെയ്തതിൻ്റെയാണ്. ഞങ്ങളുടെ അനിയത്തി ചെയ്തതിൻ്റെയാണ്. അവള് കടമറ്റത്ത് കത്തനാര്, ഞങ്ങളുടെ അനിയത്തി, അവള് ചെയ്തത്. അതായി അച്ഛൻ എന്നെ കണ്ണെടുത്തപ്പോ എങ്ങനെയാ കാണുന്നത്? അച്ചായന് ഒരു കുഴപ്പവും ഇല്ല. തള്ളയുടെ സ്വഭാവം നല്ലതല്ല. അയാൾ പറയുന്നതിന് തറതല പറയുകയും അയാളുടെ അമ്മയും സഹോദരങ്ങളെയും പള്ളു പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അച്ചായനി എന്തേലും അങ്ങ് പറ, തുറന്ന് പറ. സ്തോത്രം. അതാ ഇഷ്ടമില്ല. ഇത് അയലത്തുകാര് കൂടോത്രം ചെയ്തതൊന്നുമല്ല, മറ്റുള്ളവർ ചെയ്ത ഒരു ദോഷവും അല്ല. നമ്മൾ ചില ശൈലികളുണ്ട് പെന്തിക്കോസ്. അമ്പലക്കെട്ട്, പള്ളിക്കെട്ട്, പൗരോഹിത്യ ബന്ധനം, ചൊല്ലിക്കെട്ടി, ചൊലുത്തിക്കെട്ടി, ഓതിക്കെട്ടി, പിന്നെ ഒത്തിരി കെട്ടുകളുണ്ട്. അറബിക്കെട്ട്, പിന്നെ നമുക്ക് മുഴുവൻ ബന്ധനമാണല്ലോ. എന്നാളൊരാൾ പറഞ്ഞത് പെന്തിക്കോസുകാർക്ക് ഒത്തിരി മുണ്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി മുണ്ട്. അപ്പൊ ചോദിച്ചു, അതിന് ഒത്തിരി ബന്ധനമുണ്ട്, അതൊരു മുണ്ടാ. രോഗമുണ്ട്, അത് വേറൊരു മുണ്ട. കരമാറിയെന്നേ ഉള്ളൂ. ബന്ധനമുണ്ട്, രോഗമുണ്ട്, ക്ഷീണമുണ്ട്, ഭാരമുണ്ട്. അപ്പൊ നമുക്കൊത്തിരി മുണ്ടിന്റെ ബിസിനസ് കൂടുതൽ നമുക്കാ. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ആഭിചാരം കണ്ടെന്ന് വരാം, ശുദ്രം കണ്ടെന്ന് വരാം, മറ്റ് ശക്തികൾ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടെന്ന് വരാം. പക്ഷെ വചനം പഠിപ്പിക്കുന്നത് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന നിനക്കൊരാഭിചാരവും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് ബിലിയാം പറയുക, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. കാരണം 1-2 കാരണങ്ങൾ ചിന്തിക്കാം. പറ്റിയെന്നും പറഞ്ഞാന്നല്ലോ പലരും ഇരിക്കുന്നത്. സ്തോത്രം. ഉണ്ടെന്നും പറഞ്ഞാന്നല്ലോ പലരും വന്നിരിക്കുന്നത്. ഈയിടെ ഞങ്ങളുടെ അവിടെ ഒരു അമ്മാമ എന്ന് പറഞ്ഞ ഭാഷ നല്ല കണക്കിന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഞാൻ ചോദിച്ചു ആര്? ഒക്കെ ഉണ്ട്, എനിക്ക് ആളിനെ അറിയാം. എന്നോട് പറഞ്ഞു എനിക്ക് ആളിനെ അറിയാം. അതാ എനിക്ക് അങ്ങ് ഓർമ്മക്കേടും യോഗത്തിനിരിക്കുമ്പോ അങ്ങ് മയക്കൂ. അല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, യാക്കോബിന് ആഭിചാരം പറ്റുകയില്ല. അപ്പൊ ഈ ആഭിചാരം പറ്റാത്തതിന്റെ കാരണം ഒന്ന് രണ്ട് കാര്യം പറയാം. അങ്ങനെ ആഭിചാര ദോഷമോ ക്ഷുദ്രശക്തികളോ ഗൂഢോത്രമോ ആരേലും ചെയ്തിട്ടുണ്ട്, അതാ ഞങ്ങൾ കിടന്നിങ്ങനെ കുഴയുന്നെങ്ങാനും ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ചിന്തയെ മാറണം, ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം. Praise the Lord. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം 22-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ചേ. ആ 23-ന്റെ 22-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ചേ അമ്മാമേ. പ്രാരംഭ ഭാഗം മൈക്ക് കൂടെ വായിച്ചോ അമ്മാമ. മൈക്ക് കൂടെ വായിക്കും. 22. മതി. അപ്പോൾ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം പറയാ, ഇവര് മിസ്രയീം പുറപ്പെട്ട ദൈവമക്കളാ. ദൈവം അവരെ മിസ്രയീമിന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇവര് മിസ്രയീം പുറപ്പെട്ട ദൈവമക്കളാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, മിസ്രയീം വിട്ടുപോകുന്നവന് ആഭിചാരം പറ്റത്തില്ല. എന്തുവായി മിസ്രയീം വിട്ടുപോരുകാന്ന് പറഞ്ഞാൽ അവന് കുഞ്ഞാടിനെ അറുത്ത് ഇവര് ചോരത്തളി ആചരിച്ച ദൈവമക്കളാ. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ജയമുണ്ട്. പാപത്തെ മോചിക്കുന്ന രക്തം, രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തം, ഭീതിയിൽ നിന്ന് വിടുവിക്കുന്ന രക്തം, നിന്റെ രോഗപീഠകൾ മാറ്റുന്ന രക്തം, വിലയേറിയ രക്തം, പുണ്യാക രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, അവൻ വിശുദ്ധിയുള്ള രക്തം. പ്രൈസ് ദി ലോർഡ്. ആട്ടുകൊറ്റന്മാരുടെ കേളക്കിടാക്കിടെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജനിക ചുറ്റി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം. ഹല്ലേലൂയ. ഈ രക്തത്താൽ ചോരത്തളി ആചരിച്ച ഒരു വ്യക്തിക്കും ആഭിചാരം പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നിനക്ക് ഒരാഭിചാരവും പറ്റുകയില്ല. സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെടുകയും ചെയ്യണം, സ്നാനപ്പെടുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഒരാഭിചാരവും നിനക്ക് പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു മാത്രമാ രക്ഷിതാവ്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അടുത്ത കൽപ്പനയാ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. അങ്ങനെ സ്നാനപ്പെട്ട് മറുകര കയറുമ്പോഴാ മിസ്രയീം വിടുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെട്ടത് അന്നേ നിന്നാൽ മിസ്രയീം വിടുകയല്ല. കാരണം മിസ്രയീമിന്റെ അതിരെ നിൽക്കുക. ചെങ്കടൽ കടന്ന് അക്കരെ കയറുമ്പോൾ മിസ്രയീമായുള്ള ബന്ധം വിട്ടു. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈജിപ്തുമായുള്ള ബന്ധം വിടണമെങ്കിൽ ചെങ്കടൽ കടക്കണം. പോയിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും ഒക്കെ അറിയാം. ഈ മോൻസിപ്പാസ്റ്ററും ഒക്കെ പോയിട്ടുള്ളതാണ്. ഞാനിതുവരെ പോയില്ല, പോകണമെന്ന് എനിക്കുണ്ട്. ഇപ്പൊ അതും അവിടെ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുക എന്നുള്ള ചിന്തയൊന്നുമില്ല, ഒക്കുന്നെങ്കിൽ. എന്തായാലും ഒരു കാര്യം പറയാം, മിസ്രയീമിനെ പൂർണ്ണമായിട്ട് വിടണം. നീ സ്നാനപ്പെടണമെന്ന്. സ്നാനപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അക്കരെ കയറിയവരുടെ കാര്യം അവിടെ ഇവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നെന്ന്. അങ്ങനെ മിസ്രയീം വിട്ടുപോകുന്ന ദൈവമക്കൾക്ക് ആഭിചാരം പറ്റത്തില്ല. ഒരു ശക്തി നിന്നെ തൊടുകയല്ല. ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും. ദൈവം നിന്നെ സൂക്ഷിക്കും. ഒരാഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും ഒരു ക്ലേശവും നിന്നെ തൊടുകയല്ലെന്ന് യഹോവ ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും. ദൈവം നിന്നെ കാത്തു പരിപാലിക്കും. ദൈവം നിന്നെ സൂക്ഷിക്കും. ഇന്ന് പകൽ ധൈര്യപ്പെട്. ആഭിചാരം നിനക്ക് പറ്റത്തില്ല.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പൈതലേ, ഈ പകൽ വിടുതലെടുക്ക്. ആഭിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, സൂത്ര ശക്തികൾ ഇന്ന് പകൽ അഴിയട്ടെ. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായി ജയം ജയം എപ്പോഴും, നായകനായുള്ള ജയം ജയം എപ്പോഴും. ഓ രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, ഓ രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, ഓ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ഓ ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ഓ യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, എന്റെ യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. പറ്റാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മിസ്രയീം വിട്ടു പോരണം. മിസ്രയീം വിടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറണം. അങ്ങനെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടൊന്നും ആഭിചാരമാക്കാതിരിക്കുകയല്ല. ഞങ്ങള് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാ, പകലോ മറ്റം ഫാമിലിയാ. സ്തോത്രം. ഞങ്ങളെ വള്ളത്തെ വന്നതാ. ആരുടെ കാലത്ത് ഒന്നും അറിയാൻ മേല. അയ്യോ, പൊട്ട് കളിക്കുക. കപ്പലെ എത്ര പേര്? എന്തൊരു സാമർത്ഥ്യം അത് പറയാൻ. കപ്പൽ കയറി വെടിവെച്ചു ഗോപുരം തന്നെ കയറി ശിപ്പായി മാരവർ ആട്ട്. ഇത് പാടിയാലൊന്നും ആഭിചാരം വരാതിരിക്കുകയല്ല. ആഭിചാരം വരാതിരിക്കണമെങ്കിൽ, ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ വള്ളത്തെ വന്നതാണ് പറഞ്ഞാലൊന്നും കാര്യം നടക്കല്ല. നീ രക്ഷിക്കപ്പെടണം. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മാത്രമല്ല, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെട്ട്, അതായത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മിസ്രയീം വിട്ടുപോകുന്ന നിനക്ക് ഒരാഭിചാരവും പറ്റുകയില്ല. നിന്നെ തൊടാൻ ഒരു ശക്തിയും നിന്നെ തൊടുകയില്ല. നിന്നെ തീമതിലിട്ട് ദൈവം കാക്കും. ഒരു പട്ടാളമായിട്ട് ദൈവം നിന്റെ കുടുംബത്തിന് ചുറ്റുമടക്കും. ഒരു ആഭിചാരവും നിനക്ക് പറ്റുകയില്ല. ദൈവത്തിന്റെ പൈതല് ഇന്ന് മകൾ സമർപ്പിച്ച് ഏൽപ്പിക്ക്. യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ദൈവകൃപയിൽ ശക്തിപ്പെടുക. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അതെ, അധികം വിവരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം കാര്യം മനസ്സിലായാൽ മതിയല്ലോ. എന്തിനാ ഒത്തിരി വിശദീകരണം? കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം മിസ്രയീം വിട്ടവരായിരിക്കണം. വിടണം, പൂർണ്ണമായിട്ട് വിടണം. ഇനി ആഭിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം വേർപാട് പാലിക്കണം. അത്യാവശ്യമാണ്. വായിച്ചേ അമ്മാമേ, 23:9 വായിര്. 23 ഇത് മുഴുവൻ അടയാളപ്പെടുത്തിയിട്ടേക്കാണല്ലോ. വായിച്ചു 23 ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. പിന്നെ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. മതി.
അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാരണം ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തെ മനസ്സിലാകുന്ന ഭാഷ വ്യാഖ്യാനിച്ചാൽ വേർപാട് പാലിക്കണം. വേർപാട്, നന്നായിട്ട് വേർപാട് പാലിക്കണം. ഇനി പെന്തിക്കോസുകാരോടാ പറയുന്നത്, സമുദായക്കാരോടല്ല, ഇതര മതസ്ഥരോടുമല്ല ഇനിയുള്ള പ്രസംഗം. പെന്തിക്കോസുകാരുടെ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ മാർഗത്തിൽ വന്നാൽ നേരത്തെ ആചാരവും അനുഷ്ഠാനവും മാമൂലും പിന്നെ പാടില്ല. മനസ്സിലായല്ലോ? പിന്നെ നുള്ളി കൊടുക്കാനൊന്നും ചന്തം മര പറഞ്ഞാ കൂടി കിട്ടുന്നത്. നട ആൾക്കാരുണ്ട്, പോകുന്ന ആൾക്കാരുണ്ട്, വേർപാടില്ല. പിന്നെ അവര് നമ്മളുമായിട്ട് തന്നെ വ്യത്യാസം. സ്തോത്രം. ദൈവമക്കൾ വേർപാട് പാലിക്കണം. സ്ഥലവും സമുദായക്കാര് ചെയ്യട്ടെ. രക്ഷിക്കപ്പെടാത്തവര്, സ്നാനപ്പെടാത്തവര്, തിരുമേശി എടുക്കാത്തവര് ചെയ്തോട്ടെ. നമ്മളിപ്പോൾ ആരെയും വിലക്കണ്ട. ഞാൻ പെന്തിക്കോസി വന്ന നിന്നോടായി പറയുന്നത്. സ്തോത്രം. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വിടണമെന്ന്, വേർപാട് പാലിക്കണം. നീ വേർപാട് പാലിച്ചില്ലെങ്കിൽ ആഭിചാര ശക്തി നിന്നെ അലട്ടും, തൊടും. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, വേർപാട് പാലിക്കണം. ഒരു കാലത്ത് നമ്മൾ ദൈവത്തെ അറിയാതെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും മാമൂലുകളൊക്കെ ആചരിച്ചു പോയവരാ. എന്നാൽ യേശുവിനെ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി, ഈ കൃപയിൽ വരുവാൻ നമുക്ക് ഭാഗ്യം നൽകി. ഇനിയും കർക്കശമായി വേർപാട് പാലിക്കണം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക്, അങ്ങനെ പുസ്തകത്തിലെ വാക്യം. സ്തോത്രം. കർക്കശ വേർപാട് പാലിക്കണം. ഞാനിപ്പം ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ട് പോകുന്നിടത്ത് അവസരം കിട്ടുമ്പോൾ പറയും, നമ്മൾ ഈ പെന്തിക്കോസ് വന്നിട്ട് ഒത്തിരി കാര്യം വിട്ടിട്ടില്ല. വിട്ടോ? എല്ലാം വിട്ടോ? വിട്ടച്ച് കയറി മുന്നിൽ ഇരിക്കുക. എന്നാ ഇനി നമ്മളോട് ചോദിക്കാം ഒന്ന് രണ്ട് കാര്യം. എല്ലാം വിട്ടെന്നും പറഞ്ഞാ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്. വിട്ടെങ്കിൽ വിട്ടെന്ന് പറയണ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. ഉടക്കുണ്ടാക്കരുത്. ഞാൻ ഇനി ചില കാര്യങ്ങൾ പറയാം. അത് വിട്ടെങ്കിൽ ഓക്കെ, വിട്ടില്ലെങ്കിൽ വിട്ടില്ലെന്ന് പറയണ്ട, മിണ്ടാതിരുന്നാൽ മതി. അതാ പുള്ളിക്കാരി ചോദിക്കുന്നത്, വല്ല കാര്യവും നിനക്കുണ്ടായിരുന്നത്? നിനക്ക് വല്ല കാര്യമുള്ള കാര്യമായിരുന്നു എന്നാ അമ്മ അല്ലേ ചോദിച്ചത്? അതാ ഞാൻ കണ്ടില്ലേ മിണ്ടാതിരിക്കുന്ന, അവള് കയറി വേണ്ടി. അതാ അല്ല, എല്ലാവർക്കും കൂടി ആ സഹോദരി ഏറ്റല്ലോ. ദൈവത്തിന്റെ മഹത്വം. കുറ്റം പറയല്ല. നമ്മൾ ഈ മൊത്തത്തില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൃപയിൽ വന്ന് തിരുമേശി കിടക്കുന്നു, സഭയിൽ വന്നു, മറുഭാഷ പറയുന്നു, ഒക്കെ നല്ല കാര്യം. പക്ഷെ ഒത്തിരി കാര്യം വിടാനുണ്ടോ? ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഞാനൊരു 158 കൂട്ടം കാര്യം കുറിച്ച് വെച്ചിട്ടുണ്ട്. 158 കാര്യം വിടേണ്ട കാര്യം. ഇനി കുറച്ചുകൂടെ മനസ്സിൽ ചിന്തിച്ച് ആലോചിച്ചാൽ പിന്നെയും കാണും. എന്നാലും എഴുതി കൂട്ടിയത് 158 ഉള്ളൂ. ഇനി ഞാൻ പറയാം. അന്നേരം വിട്ടെങ്കിൽ വിട്ട് പാസ്റ്റേ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നോണം. ഇങ്ങോട്ട് നോക്കിയേ. ഒന്ന്, നമ്മൾ ഈ പെന്തിക്കോസ് വന്നെങ്കിൽ, എല്ലാവരുടെയും കാര്യമല്ല, വിട്ടവരുണ്ട് കേട്ടോ. പെന്തിക്കോസ് വന്നെങ്കിലും ഇപ്പോഴും ഈ കല്യാണം കഴിയുമ്പോൾ അമ്മക്കച്ച കൊടുക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. ഉണ്ട്.
പണ്ട് കച്ചയായി, ഇപ്പൊ സാരിയ, ഇനിയിപ്പം ചുരിദാറായിരിക്കാം. എന്തുവായാലും ഒരു ചടങ്ങ. വിട്ടെങ്കിൽ വിട്ടെന്ന് പറഞ്ഞേക്കണം, ഇല്ലേ മിണ്ടാതിരുന്നേക്കണം. മിണ്ടണ്ട. രണ്ട്, എല്ലാവരുടെയും കാര്യമല്ല. നമ്മൾ ഇപ്പോഴും പെന്തിക്കോസ് വന്നിട്ടും പുതിയ വീട് വെക്കുമ്പോൾ പാല് കാച്ചുന്ന ആൾക്കാരുണ്ട്. പുതിയ വീട്, പുതിയ അടുപ്പ്, പുതിയ കലം, പുതിയ തവി, എല്ലാം അങ്ങനെ ചടങ്ങാണ്. അതിൻ്റെ ചരിത്രത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, സുസമയെ തിളച്ച് തൂവണേ എന്ന് പറഞ്ഞു. പാല് തിളച്ച് ഇത് വിട്ടെന്നങ്ങ് പറഞ്ഞേക്കണം. ഇല്ലേ നിങ്ങൾ മിണ്ടാതിരിക്കും പോലെ മിണ്ടാതിരുന്നാൽ മതി. സ്വോത്രം ഒന്നും പറയണ്ട. ഞാൻ സ്വോത്രം പറയാൻ വേറെ വിഷയം തരാം. ഇതിന് കയറി പറയുമൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞ് വരുമ്പം ഒന്നെങ്കിൽ പറയും, ഇല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലും വലത്തുകാല് വെച്ചാൽ കയറുന്നത്. രണ്ട് കാലം ദൈവം തന്നത്. ഇത് രണ്ടിനും പ്രയോജനമുള്ളതാണ്. എന്നാലും ചില ബന്ധിക്കോസുകാർ ഇപ്പോഴും അടുക്കള കാണാൻ പോകുന്നവരുണ്ട്. ചിങ്ങവനത്തിൽ നിന്നൊരു അലമാര മേടിച്ച് ജീപ്പിന്റെ മണ്ടയിൽ വെച്ച് ഒരു ഉരുളി, 2 അണ്ടാവും, 101 കുഴലപ്പൂ, 5 കിലോ അലുവായും. വിട്ടെങ്കിൽ വിട്ടെന്ന് പറഞ്ഞോണം, ഇല്ലേ മിണ്ടാതിരുന്നാൽ മതി. മിണ്ടുന്നില്ലല്ലോ. ദൈവത്തിന്റെ മഹത്വം. ഒത്തിരി ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കുടുംബജീവിതമായി കഴിയുമ്പോൾ ദൈവം അവർക്ക് തലമുറയെ കൊടുക്കും. അപ്പം പിന്നെയും ചടങ്ങുണ്ട്. വയറ് കാണാൻ പോകുന്ന ഒരു ചടങ്ങ്. അങ്ങനെ പോകുന്ന പെന്തിക്കോസുകാരും ചിലര് ഉണ്ട്. അത് ഒറ്റസംഖ്യ. ആളിന്മേൽ ആള് പോയാൽ ആളുനാശം വരുമെന്ന അങ്ങനെയൊക്കെ ചടങ്ങുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മള് പെന്തിക്കോസുകാരാണെങ്കിലും ചെല്ല് പറയത്തില്ല, സൂസമേ നമ്മളൊരു സഭയിലേക്കാ, പക്ഷെ സന്ധ്യ കഴിഞ്ഞ് ഇതിലെ കൂടെ വെള്ളം കോരിക്കൊണ്ട് വിട്ടെങ്കിൽ വിട്ടെന്ന് പറഞ്ഞോണ്ട്, ഇല്ലേ മിണ്ടാതിരുന്നാൽ മതി. അമ്മായിയമ്മ മരുമകളുടെ, അമ്മായിയമ്മയും സഹോദരി സമാജത്തിന്റെ പ്രസിഡന്റും മരുമകള് ഓണലിന്റെ പ്രസിഡന്റുമാ, ഡിസ്ട്രിക്ട് ഓർഗനൈസറാ. എന്നാലും പറഞ്ഞ എടി സന്ധ്യ ആകുമ്പോ തുണി കല്ലേ തല്ലി ഓരോ ചടങ്ങ്. രാത്രി നമ്മളൊരു വീട്ടിൽ ചെന്നെത്തുന്ന ഞങ്ങൾ പോകും. രാത്രിയിൽ അങ്ങനെ യാത്ര എല്ലാം മറുഭാഷ പറയാന്നവരാ. വിട്ടോ ഇല്ല ഇല്ലേ ചാടിക്കറി പറഞ്ഞെല്ലാം വിട്ടെന്ന്. ഇനി ഒത്തിരി ഉണ്ട്. ഞാൻ 158 കുറിച്ച് വെച്ചേക്കുന്നത്. ചില സഹോദരിമാര് തമ്മിൽ വർത്തമാനം പറയാൻ, എൻ്റെ അമ്മാമ ഈ വീട്ടിൽ വന്നെന്ന കാലം മുതൽ ഈ തള്ള എന്നോട് ചെയ്തതല്ല, എന്തെല്ലാം ശോഭകേട് എന്നോട് ചെയ്ത് ഞാൻ അനുഭവിച്ചു, നിനക്ക് കയ്യും കണക്കുമില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ, കണ്ടോ? എന്തുവാ ഇതെല്ലാം ബന്ധുക്കോസുകാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതാ നമ്മൾ പറഞ്ഞ എല്ലാം വിട്ടെന്ന്. എന്നാന്നറിയാമല്ലോ, ഇന്നലെ മുതൽ കൈയുടെ വെള്ള അങ്ങ് എന്നാണോ എന്റെ കണ്ണ്. ഇതെല്ലാം ഈ ഓരോരോ മാമൂലുകളെ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു നല്ല കാര്യത്തിന് മുമ്പ് പുറക് വിളിക്കരുതെന്ന്. പെന്തിക്കോസാ. ഞാൻ ഏറെ കാര്യത്തിനിറങ്ങിയാൽ ഈ നശിച്ച പൂച്ച അന്നേരം വിലങ്ങൻ ഞാൻ ഈ പൂച്ച തല്ലിക്കൊല്ലണമെന്ന് ഞാൻ ഇങ്ങനോട് എത്ര വട്ടം. ഇതെല്ലാം പെന്തിക്കോസാ. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതൊന്നും പലതും ഒത്തിരി ഉണ്ട്. രാവിലെ കഥവ് തുറന്നപ്പോ ഇന്ന് ആരാണ്ട് വിരുന്നുകാർ വരുന്നുണ്ട് കേട്ടോ. സ്തോത്രം. ഒത്തിരി ചടങ്ങുകളുണ്ട്, ഒത്തിരി ഉണ്ട്. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, ദൈവമക്കൾ വേർപാട് പാലിക്കണം. അപ്പനും വല്യപ്പനും ചത്ത് കഴിയുമ്പോൾ 40 നെയ്യപ്പം ഉണ്ടാക്കും, ചുടാനും കൂടാനും പോകരുത്. അവര് പറയും, അമ്മാമ്മ നെയ്യപ്പം ചുട്ടാൻ നല്ല മയോമ, കഴിക്കാനും തോന്നും, ചുടണേ. നീ മമ്മി അവിടെ ചെന്നിരുന്ന നെയ്യപ്പം എല്ലാം പ്യായ് കയറും,
കുട്ടേച്ച് രാവിലെ വന്നപ്പോൾ അവർ 5 നെയ്യപ്പം തന്നു വിട്ടു. അതുകൊണ്ട് കൊച്ചിനും കൊടുത്തു. പറഞ്ഞപ്പോ പക്ഷേ എന്നാന്നറിയാൻ പറ്റില്ല, ആരാധിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് കയറുന്നു. നെയ്യപ്പവാ, ഉണ്ണിയപ്പം നെയ്യപ്പം ഉരുണ്ട് കയറി വരിക. വേർപാട് പാലിക്കണമെന്ന്. സ്തോത്രം. കർക്കശമായ വേർപാട് പാലിക്കണം. ഇതാ തനിച്ചു പാർക്കുന്നതിന് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത്. ഇപ്പോഴും കൊണ്ട് ബന്ധുക്കോസുകാർ ചിലര് വീട് വെക്കുമ്പോൾ സ്ഥാനം കാണുന്ന ആൾക്കാരുണ്ട്. ഒരു ബന്ധുക്കോസുകാരന്റെ വീട്ടിൽ ഞാനോട് നിൽക്കുമ്പോൾ എന്നെയും കൂടെ വിളിച്ച് കല്ലിടുമ്പം ഞാനും ചെന്നു. പണിയുന്ന ആശാരിമാരും കല്ലാശാരിയും തടിയാശാരി അവരെല്ലാം വന്നു. അവർക്കിത് വല്ലതും അറിയാമോ? നമ്മുടെ പ്രമാണം അല്ലല്ല. എടുത്ത് വെച്ചേച്ച് പറഞ്ഞു, പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞു ഒരു വെള്ളി രൂപയും കൂടെ വെച്ചേക്കാൻ. പുള്ളിയുടെ ഇല്ലായിട്ട് പുള്ളി അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ഞാനൊന്നും മിണ്ടിയില്ല. കാരണം മിണ്ടിയ ഏക്കുകയല്ല, ഇവൻ ഗുണം വന്നവനല്ല. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും നിവാസികളും യഹോവയ്ക്കുള്ളതാ. സ്തോത്രം. ദൈവദാസന്മാര് വന്ന് ആ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ച് കൃപയിൽ ശരണപ്പെട്ട് തിരുവചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകല ദോഷവും മാറും. പ്രൈസ് ദി ലോർഡ്. അതിന് സ്ഥാനമൊന്നും കാണണ്ട, ഒരു സ്ഥാനവും കാണണ്ടെന്ന്. രാഹു നോക്കണ്ട, കേതുവും ഇല്ല, കുളിയനുമില്ല. പുസ്തകത്തിലെ വാക്യം ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. ആയില്ല നാളുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയിക്കോട്ടെ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. സ്തോത്രം, സ്തോത്രം. കുഞ്ഞിനമ്മേ, നമ്മൾ നാള് നോക്കത്തില്ല, നമുക്കൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ അനിയത്തിയുടെ നാള് മകവാ. പിന്നെ അതില്ലേ അവക്ക് വെച്ചടി കേറ്റമല്ലേ. പിന്നെ മകൻ പറന്ന മങ്കേതാ കലം തുറന്ന് അവക്ക് എൻ്റെ തിരുവാതിരയാ. വന്ന കാലം മുതൽ തിരുവാതിരയാന്നല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ വല്ലോ? നീ വേർപാട് പാലിക്കണമെന്ന്. നാടോടുമ്പോ അതിന്റെ നടുക്കേ കൂടെ കയറി ഓടരുത്. ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം നിന്നുന്ന നല്ല നമ്മുടെ പ്രമാണം. എവിടെ പാർത്താലും എവിടെ ആയിരുന്നാലും നീ വേർപാട് പാലിക്കണം. അതുകൊണ്ടല്ലയോ ഹാമാൻ അവൻ രാജാവിനോട് പറയുന്ന ഒരു പദമുണ്ട്. പിന്നെ നിന്റെ ഈ രാജ്യങ്ങളില് ഓരോ സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക ജാതിയുണ്ട്, അത് ചെതറിപ്പാർക്കുക. ആ ജാതിയുടെ വിശേഷത നമ്മുടെ പോലല്ല, അവർക്ക് പ്രത്യേക പ്രമാണമാണ്. 3:8 വായിര്. എസ്തേറിന്റെ പുസ്തകം 3:8 പെട്ടെന്ന് വായിച്ചേ അമ്മാമേ. എസ്തേർ 3:8 പെട്ടെന്ന് വായിക്കും. 3:8 അതാണോ 3 വായിര്. അതങ്ങനെ മുഴുവൻ മരച്ചിട്ട കാരണം തിട്ടം കിട്ടും. പിന്നെ ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി ചിന്നിച്ചതറി കിടക്കുന്ന കണ്ടോ? സകല ജാതികളുടെ ഇടയിൽ ഒരു ജാതി. ഒത്തിരി ജാതിയുണ്ട്, ധാരാളം ജാതികളുണ്ട്. അതിനിടയിൽ വേറൊരു ജാതി. ആ ജാതിയെ നോക്കിക്കൊണ്ട പാട്ടുകാരൻ പാടിയത്, ഇതുപോലൊരു ജാതിയുണ്ടോ. കേട്ടിട്ടില്ലേ ആ പാട്ട്? പിന്നെ പാടാഞ്ഞ്. ഇതുപോലൊരു ജാതിയുണ്ടോ യഹോവ ദൈവമാ വിശുദ്ധ ജാതി അവനവകാശമ ജനം. ഈ ജാതി അല്ല, നിന്റെ സംസ്ഥാനങ്ങളിലുള്ള ജാതികളുടെ ഇടയിൽ ഒത്തിരി ജാതിയുണ്ട്, പല പല ജാതികളുണ്ട്. ആ ജാതികളുടെ ഇടയിൽ ഒരു പിന്നെ വരയ്ക്കാണ്. ഉത്തരം വരച്ചതുപോലെ വരച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, സകല ജാതികളുടെ ഇടയിൽ ഒരു ജാതി. വായിച്ച ഒരു ജാതി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായോ? ഇത് വേർപാടാ. അവരുടെ പ്രമാണം
പോലല്ല രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശ എടുക്കുന്ന നിന്റെ പ്രമാണം. മനസ്സിലായോ? രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്ത തിരുമേശ എടുക്കാത്തൊരു പല കാര്യം എന്ന് പറയുമ്പോൾ നീ പ്രമാണം വെച്ച് വേണം പറയാൻ. അയ്യോ ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല. അമ്മാമ്മ 28 കെട്ടിന്റെ വാ, അയ്യോ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അവിടെ നമ്മളും ചിങ്ങവനത്തിൽ നിന്ന് ചരട് മേടിച്ചോണ്ട് പോവാന്നു. കൊച്ചിന്റെ കാല് പൊക്കിയിട്ട് ഞാൻ കെട്ടിത്തരാം, എനിക്കാണെ കടുങ്കെട്ട് വരെ. അതാണോ എന്റെ മര്യാദ? അരിഞ്ഞാണോ മേടിച്ചോണ്ട് ഓടുകയാണോ? നിങ്ങൾ എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ചു നോക്കുന്നേ. എനിക്കില്ല തള്ള പറഞ്ഞ പോലെ ഈ കറുപ്പൊക്കെയാ, എന്നാൽ നിങ്ങൾ എന്നെ അങ്ങനെ സ്പർദ്ധിച്ചു നോക്കുന്നു. ഇതൊരു പ്രത്യേക ജാതിയാണ്. ഇത് ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന് പ്രത്യേക സമ്പത്താ. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വംശവും അവൻ വിശുദ്ധ ജനവും സ്വന്തം ജനമാ. ഇത് പ്രത്യേക ജാതിയാ. നമ്മുടെ പ്രമാണം മറ്റുള്ളവരുടെ പ്രമാണം പോലെ അല്ലെന്ന്. നീ വേർപാട് പാലിക്കണം, ഞാനും നിങ്ങളും വേർപാട് പാലിക്കണം. വചനത്തിന് നിരക്കാത്ത, ഉപദേശത്തിന് നിരക്കാത്ത, പ്രമാണത്തിന് നിരക്കാത്ത വിഷയങ്ങളുമായി അപ്പനാന്നലും അമ്മയാന്നലും സഹോദരനാന്നലും അനിയത്തിയാന്നലും ചേട്ടത്തിയാന്നലും അപ്പനാന്നലും ഉപ്പാപ്പനാന്നലും വന്നാൽ അവരോട് പറയണം, എനിക്ക് പ്രമാണമില്ല, ഞാനൊരു പ്രമാണത്തിന് വിധേയപ്പെട്ടവനാ. അവരോട് ഉടക്കുണ്ടാക്കണ്ട, വഴക്കുണ്ടാക്കണ്ട, കത്തിയെടുത്തോണ്ട് കുത്തുവെന്നൊന്നും പറയണ്ട. എനിക്കറിയാമല്ലോട്ടോ പ്രമാണം എനിക്കുണ്ടെന്ന്. അതല്ല, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ചിലപ്പോൾ ഭർത്താവോ അവരൊക്കെ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കമ്മലും മാലയൊക്കെ മേടിച്ചുകൊണ്ട് നീ ഒന്ന് ഇട്ട് നോക്കാൻ പറയുമ്പം സ്നേഹത്തിന് പറയണം, എൻ്റെ അച്ഛാ ഞാനിത് വർജിച്ചതാ, എനിക്കിത് വേണ്ട. അതല്ലേ എൻ്റെ മര്യാദ. അല്ലാതെ ഞാൻ ഞായറാഴ്ച താഴെ വരുമ്പോൾ ഊരി ബാഗ് വെക്കും എന്നുവെച്ച് കഞ്ഞുകൂടിയും കഴിഞ്ഞ് താഴോട്ട് ചെല്ലുമ്പോ അതാണ് അതിന്റെ മര്യാദ. അതാണ് മര്യാദ. പറഞ്ഞു കൊടുക്കുക, അത് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക, സ്നേഹത്തിൽ. സ്തോത്രം. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പറയും, അമ്മ ഇങ്ങനെ കെട്ടുതാലിയൊക്കെ പോട്ട്, അവർക്ക് ക്ഷീണമാണ്, കൊച്ചുങ്ങൾക്ക് ക്ഷീണമാണ്. അവർ പറയും, അമ്മ ഒരു കാര്യം ചെയ്യും, അവിടെ പോകുമ്പോൾ ഇടണ്ട, ഞങ്ങളുടെ കൂടെ വരുമ്പോ എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഒരു പിണ്ടിച്ചെയിൻ മേടിച്ചതാണ്. അങ്ങനെ ഒരു മാലയുണ്ട്, പിണ്ടിച്ചെയിൻ ഇല്ലേ? അതൊക്കൊന്നും അറിയത്തില്ല, അത് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അവളവിടെ ഇരുന്നോട്ടെ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, പിള്ളേർ ചിലപ്പോ പറയും, അമ്മ ഞങ്ങൾക്ക് ക്ഷീണമാ, ഞങ്ങൾക്ക് നാണക്കേടാ, അമ്മ ഈ പരുവത്തിന് ഞങ്ങളുടെ കൂടെ, അങ്ങനെയൊക്കെ പറയും. പിള്ളേർക്ക് അറിയത്തില്ല, അവർക്ക് പ്രമാണമില്ലാത്തതുകൊണ്ട് ചിലപ്പോ പറയും. അന്നേരം സ്നേഹത്തിന്റെ ആത്മാവിൽ കുഞ്ഞുങ്ങളോട് പറയണം, മോനെ എത്ര ഇട്ട് തന്നാലും ഞാൻ ചത്ത് കിടക്കുമ്പോൾ നിങ്ങൾ തിരിച്ചെടുക്കുകയല്ലേ? ന്യായമായൊരു മറുപടി. നീ എത്ര ഇട്ട് തന്നാലും ഞാൻ മരിച്ചു കിടക്കുമ്പം ഇത് വല്ലതും തന്നു വിടുവോ? ഇല്ല. തന്നെയല്ല, എനിക്കിതിനോട് വലിയ താല്പര്യം ഇപ്പം ഇല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഒരുവനെ മനസ്സാ വരിച്ചു. സ്തോത്രം. ഒരുവൻ എൻ്റെ ഉള്ളത്തിലുണ്ട്, ഒരുവൻ എനിക്ക് വേണ്ടി ജീവനെ തന്നു, രക്തം. ആ രക്തത്തെക്കാൾ വലിയ വിലയൊന്നും ഇതിനില്ല. ഇതൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് പറയാൻ മുളക്കുഴ പോയി പഠിക്കുമൊന്നും വേണ്ട. മുളക്കുഴ പഠിച്ചാൽ ഇത് പറയത്തില്ല. മുളക്കുഴ പഠിച്ചാൽ ചിലപ്പോൾ പിന്നെ ചിന്തിക്കും, ഇത് പറഞ്ഞാൽ പ്രശ്നം, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം, അപ്പൊ അതൊന്നും പറയാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ മിണ്ടുകയല്ല. ഇത്ര പറയാം, എൻ്റെ മോനെ എനിക്കിത് വേണ്ട. നിന്നോട് പണക്കം ഉണ്ടായിട്ടോ, ആരോടും പണക്കം ഉണ്ടായിട്ടല്ല. ഇതിലൊക്കെ വലിയൊരു വിഷയമായ യേശുവിന്റെ രക്തം. ആ വലിയേറിയ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടൊരു പൈതലാ. അതുകൊണ്ട് നിങ്ങളോട് പിണക്കമില്ല, എന്നോടും പിണക്കം. എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ട. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരമോ അല്ല മറുവിലയാൽ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരമോ അല്ല മറുവിലയാൽ. എൻ പേർക്കു യാഗമായി തീർന്നവനാ, എൻ പേർക്കു യാഗമായി തീർന്നവനാ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തം
വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. വിലയേറിയ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. അതിനാ ഏറ്റവും വലിയ വില, അതിനാ പ്രഥമ സ്ഥാനം. കർക്കശമായി വേർപാട് പാലിക്കണം. 1 മണിയാകുന്നു, മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. ഇത് തന്നെ കൂടുതലാ. അതോ ഞാൻ 1:30 ആയിട്ടേ ഗുണപ്പെടുകൊള്ളുന്നുണ്ടോ? ഇല്ല, 1-ന് 5 മിനിറ്റ് ഉണ്ട്. ഗുണമായല്ലോ. ഒക്കുന്നെങ്കിൽ ബാക്കി വൈകിട്ട് പറയാം. അതുപോലെ മതി മതി മതി. വൈകിട്ട് ഫ്രണ്ട് തന്നെ ഇരിക്കണം. പടങ്ങി പുറകിലൊന്നും ഇരിക്കരുത്. ബോധമില്ലാത്തതിൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ പകലിരിക്കുകയും ചെയ്ത് അങ്ങനൊന്നും വേണ്ട. ഫ്രണ്ടിൽ തന്നെ ഇരുന്നോണം. എല്ലാവരും വരണം. ദൈവം അനുഗ്രഹിക്കണം. നമുക്ക് ശാന്തമായിട്ട് വചനത്തിൽ നിന്ന് ചിന്തിക്കണം. കർക്കശമായി വേർപാട് പാലിക്കണം. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കണം. പഴയ ആചാരങ്ങളും മാമൂലുകളും അനാചാരവും ഇതിനകത്ത് കയറരുത്. നാം വേർപെട്ട ദൈവമക്കളാ. നാം പ്രത്യേക ജാതിയാ. വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിനെ ഭജിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അവിടെ നിന്ന് അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് ഞാൻ നേരത്തെ വരാം. നേരത്തെ സമയം തന്നു. ഇന്ന് പകൽ താമസിച്ചു പോയി. നിങ്ങളും വരണം. നമുക്ക് ഒന്നിച്ച് വചനം ധ്യാനിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സന്ദേശത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരുമിച്ച് ചേർന്ന് നമുക്ക് സ്തോത്രം